നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. പ്രഭാത കേരളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ക്യാമറാമാൻ മനു ഉണ്ട്, കൃഷ്ണപ്രസാദ് ഉണ്ട്, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതുലുണ്ട്. അങ്ങനെ വലിയൊരു സന്നാഹമായി നമ്മളുള്ളത് എവിടെയാണ്? പാളയത്താണ്. പാളയത്ത് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നതിന് ഒരു വലിയ കാരണമുണ്ട്, വലിയൊരു പ്രത്യേകതയുണ്ട്. പാളയത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണുടക്കുന്ന ഒരു സ്ഥലമുണ്ട്. മറ്റൊന്നുമല്ല, പാളയത്തെ ഈ പള്ളിയാണ്. പാളയം പള്ളി മുകളില് കൈ ഉയർത്തി നിൽക്കുന്ന യേശുവിന്റെ പ്രതിമ. അത് പാളയം യൂറോപ്യൻ ഗോഥിക് വാസ്തുവിദ്യയുടെ അതിന്റെ മനോഹാരിതയോടെ പാളയത്ത് തലയുയർത്തി നിൽക്കുന്ന പാളയം സെയിന്റ് ജോസഫ് കത്തീഡ്രൽ. അതിന് മുന്നിലാണ് ഞങ്ങളുള്ളത്. കത്തീഡ്രലിന് മുന്നിൽ നിന്ന് ഇന്ന് പ്രഭാത കേരളവുമായി പ്രേക്ഷകരിലേക്ക് എത്താൻ ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്നുമല്ല, കത്തീഡ്രൽ പള്ളി ഇന്ന് 150 വർഷം തികയുകയാണ്. നാളെ മുതലാണ് അതിന്റെ ആഘോഷ പരിപാടികൾ തുടങ്ങുന്നത്. ഡിസംബർ 3 വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങൾ പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവെക്കാനുണ്ട്. ഈ പള്ളിയെ പറ്റി പറയുമ്പോൾ നേരത്തെ ഇപ്പോ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 1927 ഈ പള്ളിയുടെ പണി തുടങ്ങുന്നു. 1933 ഇത് പൂർത്തിയാക്കുന്നു. അന്നത്തെ എസ്റ്റിമേറ്റ് തുക എന്ന് പറഞ്ഞാൽ വെറും 10,000 രൂപ. അതായത് വെറും 10,000 രൂപയ്ക്ക് പണി തീർത്തൊരു പള്ളിയാണ് നമ്മുടെ തൊട്ടുപുറയിലുള്ളത്. ഒരുപാട് വിദേശത്തുള്ളവരുടെയും നാട്ടിലുള്ളവരുടെയും ഒക്കെ സഹകരണത്തിൽ പണം സ്വരൂപിച്ച് പണിത ഒരു പള്ളിയാണ്. ഒരു യൂറോപ്യൻ മണിമാളിക, ആ ഒരു സങ്കല്പത്തിലാണ് ഈ പള്ളി പണിഞ്ഞിട്ടുള്ളത്. ഈ പള്ളിക്കകത്തിലെ തിരുസ്വരൂപമാണെങ്കിലും അതോടൊപ്പം തന്നെ പള്ളി മണികളാണെങ്കിലും ഒക്കെ തന്നെയും വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ, ചരിത്രം ഈ പള്ളി പേറുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് കഥകൾ പ്രേക്ഷകരുമായും ഞങ്ങൾക്ക് പങ്കുവെക്കാനുണ്ട്. ഈ പലരുടെ ചരിത്രമൊക്കെ പറയുന്ന ആളുകൾ നമ്മോടൊപ്പം ഈ വേളയിൽ ഈ വരുന്ന മണിക്കൂറിലൊക്കെ നമ്മൾ ചേരും. ഈ കാര്യങ്ങളൊക്കെ വിശദമായി പറയും. നമുക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ആ ഒരു ചരിത്ര വിശേഷിപ്പിലേക്കും അതോടൊപ്പം തന്നെ ഇനി നടക്കാൻ പോകുന്ന 150ാമത് വാർഷിക ആഘോഷങ്ങളുടെ കാര്യങ്ങളും ഒക്കെ അവരോട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും. അതിനു മുൻപ് പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകളും പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമുക്കറിയാം സംഭവ ബഹുലമാണ് നമ്മുടെ കേരള രാഷ്ട്രീയം, ഒപ്പം മറ്റു രംഗങ്ങളുമൊക്കെ. അതുമായി സഭയിൽ ഇന്നലെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതിരോധ യാത്ര അവസാനിച്ചു. സീതാറാം യെച്ചൂരി വളരെ വിശദമായ പ്രസംഗം നടത്തി. അതിന്റെ വിശദാംശങ്ങളുണ്ട്. പിന്നെ സഭയിലേക്ക് പോയാൽ അവിടെ കെ രമയും സച്ചിൻ ദേവുമായുള്ള പോര് അതിന്റെ കാഠിന്യത്തിലാണ്. മാധ്യമങ്ങളിലൂടെ കെ രമയെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ രമ സൈബർ സെല്ലിൽ ഒരു പരാതി കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം വളരെ വലിയ ചർച്ചയായ ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ കാര്യമായ അന്വേഷണം ആ ഒരു വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല എങ്കിൽ പോലും ഇന്നും അതിന്റെ തുടർ വാർത്തകൾ എന്തായാലും ഉണ്ടാകും. ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ PMA സലാമാണോ MK മുനീറാണോ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള വലിയൊരു ചോദ്യം അവസാനം PMA സലാം ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു വ്യാഖ്യാനം ഈ ലീഗുമായി ബന്ധപ്പെട്ട നിരീക്ഷകരിൽ നിന്ന് വന്നത് കുഞ്ഞാലിക്കുട്ടി പാർട്ടിയിൽ ദുർബലനാകുന്നു എന്നുള്ളതാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ ശക്തനായി തുടരുമെന്ന രീതിയിൽ തന്നെയാണ് സ്ഥാനത്തേക്ക് എത്തിയതോടുകൂടി അദ്ദേഹം ദുർബലനാകുന്നില്ല എന്നുള്ള സൂചന കൂടി അത് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്നലത്തെ ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ്. ഒപ്പം നമ്മൾ മറ്റ് കഴിഞ്ഞ 10-20 ദിവസമായി നമ്മൾ കൊണ്ടുവരുന്ന ഒരു വാർത്ത ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട്. ഇന്നലെ 100 കോടി രൂപയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് ദേശീയ ഹരിത ട്രിബ്യൂണൽ പിഴ ചുമത്തിയത്. ഇതിനെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുമെന്ന് ഇന്നലെ മേയർ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ തുടർ നടപടികൾ, നിയമവിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചകളൊക്കെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന്, കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് തിരുവനന്തപുരം ലോ കോളേജിൽ ഉണ്ടായ സംഘർഷമാണ്. SFI KSU പ്രവർത്തകരുമായി പ്രിൻസിപ്പൽ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് അതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അതിന്റെ സമഗ്രമായ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി മാത്രമല്ല ലീഗുമായും സിറ്റിംഗ് MLAയുമായി ചർച്ച നടത്തിയെടുപ്പെടുത്തുന്നു. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇന്ന് അതിന്റെ തുടർ പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാകും. അങ്ങനെ ഒരുപാട് വാർത്തകളുള്ള വളരെ പ്രധാന ഞായറാഴ്ച ആയാലും വാർത്തകൾക്കൊന്നും കുറവില്ല. അവധി ദിവസമാണ്, പക്ഷേ ഒരുപാട് വാർത്തകളുള്ള സംഭവബഹുലമായ ഒരു ദിവസം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ആ സംഭവ ബഹുലമായ വാർത്താ ദിനത്തിലേക്ക് നമുക്ക് കടക്കാം. ഓരോ വാർത്തകളും സമഗ്രമായി പരിശോധിക്കാം. ഒപ്പം നമ്മുടെ സെന്റ് ജോസഫ് കത്തീഡ്രലിന്റെ വിശേഷങ്ങൾ നോക്കാം. അതിനു മുമ്പായി നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകൾ.
നമ്മുടെ പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഈ 3 സ്ഥലങ്ങളിലും ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. തിരുവനന്തപുരത്ത് VV വിനോദ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാർ ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പങ്കുവെക്കും. ഒപ്പം വിനേഷ് കുമാർ ലീഗ് വാർത്തകൾ ഡെവലപ്മെന്റ്സ്, അത് വിനേഷ് കുമാർ കോഴിക്കോട്ട് നിന്ന് പങ്കുവെക്കും. നമുക്ക് ആദ്യം VV വിനോദിലേക്ക് ഒന്ന് പോകണം. വിനോദ്, ഈ KK രമ സച്ചിൻ ദേവിനെതിരെ ഒരു പരാതി നൽകുന്നു, സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നു എന്ന കാര്യത്തിൽ. നമുക്കറിയാം ഈ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടും കേസുകൾ എടുത്തത് കൂടുതലായും പ്രതിപക്ഷ MLA-മാർക്കെതിരെയാണ്. ഭരണപക്ഷ MLA-മാർക്കെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയെന്ന ആക്ഷേപം നിലനിൽക്കെ ഈ KK രമയുടെ പുതിയ പരാതിയുടെ അവസ്ഥ എന്താകും? അത് കാര്യക്ഷമ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? നടക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം? രഞ്ജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. സഭയിൽ നടന്ന സംഭവ വികാസങ്ങൾ ഈ പരാതികൾ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല. നാളെ വീണ്ടും സഭാ സമ്മേളനം ചേരുന്നുണ്ട്. വലിയ പ്രതിരോധം തീർക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. സഭയ്ക്കകത്തും പുറത്തും ഈ പ്രതിഷേധം എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. അവിടെ രമയുടെ പരാതിക്കും പ്രസക്തിയുണ്ട്. കാരണം രമ 2 പരാതികളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് സൈബർ സെല്ലിനാണ്. സൈബർ സെല്ലിൽ നൽകിയിട്ടുള്ളത് സച്ചിൻ ദേവിനെതിരെയുള്ളതാണ്. ഫേസ്ബുക്കിലൂടെ അപമാനിച്ചു എന്ന് കാട്ടിയായിരുന്നു ഈ പരാതി. അതായത് രമയുടെ കൈക്ക് കുഴപ്പമില്ല, ഇങ്ങനെ തർക്കിച്ചു നിൽക്കുന്ന ഒരു ദൃശ്യവും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റർ ഇട്ട മറ്റൊരു ചിത്രവും, ഇങ്ങനെ രണ്ടും ചേർത്ത് വെച്ചായിരുന്നു ചില സിനിമകളുമായി ഉപമിച്ച്, രമയുടെ പേര് പറയാതെ തന്നെ ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ചില സിനിമകളുടെ പേരുകൾ പറഞ്ഞ് ഒരു കളിയാക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇട്ടത്. ഇതിനെതിരെയാണ് രമ പരാതി നൽകിയത്. പക്ഷേ അതിൽ തുടർ നടപടികളായിട്ടില്ല. രമയുടെ മൊഴിയെടുക്കുകയോ മറ്റെന്തെങ്കിലും നടപടിയിലേക്കോ സൈബർ പോലീസ് പോയിട്ടില്ല. കാര്യമായ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. സച്ചിൻ ദേവാകട്ടെ നിയമസഭയിൽ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയ്ക്കാണ്. പക്ഷേ രമയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. കാരണം കൈക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിന് സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടു എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉയർത്തുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആകട്ടെ തനിക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, DHSനോട് ചോദിച്ചിട്ട് വ്യക്തമായി പറയാം, അങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന ശേഷം കാര്യങ്ങൾ വിശദമാക്കാം എന്ന നിലയ്ക്കാണ്. ഏതായിരുന്നാലും ഈ പ്ലാസ്റ്റർ ഇട്ടതുമായി ബന്ധപ്പെട്ട വിവാദം കത്തിപ്പടരുക തന്നെയാണ്. കാരണം ഒരാളുടെ കൈക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിന് പ്ലാസ്റ്റർ, സർക്കാർ ആശുപത്രിയിൽ പിന്നെ എന്തിന് പ്ലാസ്റ്റർ ഇട്ട്? രോഗി പറയുന്നതനുസരിച്ചാണോ ഡോക്ടറും മറ്റ് ജീവനക്കാരും പ്രവർത്തിക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസവും ME ഗോവിന്ദൻ രമയുടെ കൈക്ക് പൊട്ടലില്ല എന്ന് പറഞ്ഞു. പൊട്ടലില്ലാത്ത അത് ഈ വിനോദ് KK രമ തന്നെ വളരെ വ്യക്തമായി ഇന്നലെ പറഞ്ഞത്. കാരണം നിങ്ങളുടെ വകുപ്പാണ്, ആരോഗ്യ വകുപ്പാണ്. അപ്പൊ എന്നെ പോലെ ഒരാൾക്കെതിരെ ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് സ്വന്തം ഭരണ സംവിധാനത്തിൽ ഉള്ള സ്ഥാപനങ്ങൾക്കെതിരെ തന്നെയുള്ള ഒരു ആക്ഷേപമാണ് എന്ന് പറയുന്നത്. കാരണം ഞാൻ അവിടെ ചെന്നപ്പോൾ എന്റെ കയ്യിൽ പൊട്ടലുണ്ടോ അല്ലെങ്കിൽ എന്റെ കൈ ചതഞ്ഞിട്ടുണ്ട്, പ്ലാസ്റ്റർ ഇടണം എന്ന് ആവശ്യപ്പെട്ടു. ഡോക്ടർ പറയുന്നു താൻ പ്ലാസ്റ്റർ ഇടുന്നു. അതിന് അധിക്ഷേപിക്കാൻ എന്ത്, നിങ്ങൾ ഡോക്ടറോട് ചോദിക്കൂ എന്നാണ് ഇന്നലെ KK രമ പറഞ്ഞത്. ആരോഗ്യമന്ത്രി ഇതിൽ പ്രതികരിക്കട്ടെ എന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ വിനോദ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു ഈ വിഷയത്തിൽ എന്നുള്ളത്. അപ്പൊ ഇത് ഈ രാഷ്ട്രീയ വിഷയം എന്നതിനപ്പുറം മറ്റു ചില സംഗതികളിലേക്ക് കൂടി ഈ വിവാദം വഴിതിരിച്ചു പോകുന്ന സാഹചര്യം കൂടി ഒരുങ്ങി വരുന്നുണ്ട് അല്ലേ വിനോദ്? തീർച്ചയായും ആരോഗ്യ വകുപ്പിന് നേരെ തന്നെയാണ് ഇപ്പോൾ ആരോപണങ്ങളെല്ലാം എത്തി നിൽക്കുന്നത്. കാരണം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലെങ്കിലും രമയുടെ കൈ പ്ലാസ്റ്റർ ഇട്ടതുമായി ബന്ധപ്പെട്ട് ഈ വിവാദത്തിലേക്ക് ആരോഗ്യവകുപ്പ് വന്ന് വീണിട്ടുണ്ട്. കാരണം ആരോഗ്യമന്ത്രി തന്നെ പറയുന്നത് തനിക്കിതേക്കുറിച്ച് അറിയില്ല എന്നാണ്. കാരണം കൃത്യമായൊരു മറുപടി പറയാൻ തൽക്കാലം ആരോഗ്യമന്ത്രിക്കില്ല എന്ന് തന്നെ പറയാം. DHSനോട് ചോദിച്ച ശേഷം ഇതേക്കുറിച്ച് വിശദമായി പറയാമെന്നാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഏതായിരുന്നാലും ഈ പ്ലാസ്റ്റർ ഇടൽ വിവാദം സർക്കാരിനും തലവേദനയായിട്ടുണ്ട്. കാരണം രമയ്ക്ക് കൈക്ക് കുഴപ്പമില്ല എന്ന് ME ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെ എന്തിന് പ്ലാസ്റ്റർ ഇട്ടു എന്ന ചോദ്യമാണ്. അത് രമ ആവശ്യപ്പെട്ടിട്ടാണ് ഇട്ടതെങ്കിൽ അങ്ങനെ സർക്കാർ ആശുപത്രിയിൽ ഒരു രോഗി ആവശ്യപ്പെടുന്നതനുസരിച്ച് പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കുമോ എന്ന ചോദ്യമാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അത് സ്വാഭാവികമായും ആരോഗ്യവകുപ്പിന് നേരെയുള്ള ഒരു ആരോപണവും അല്ലെങ്കിൽ ഒരു പരാതിയും ഒക്കെയുമായി മാറും. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചത് ക്ഷീണവുമാകും. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ തർക്കം തുടരുമെന്ന കാര്യം ഉറപ്പാണ്. സഭയിലെ കേസുകളുമായി ബന്ധപ്പെട്ട് 2 പരാതികളാണുള്ളത്. അത് UDF MLA ചാലക്കുടി MLA നൽകിയ പരാതിയും അതോടൊപ്പം തന്നെ വാച്ചാൻ വാർഡ് നൽകിയ പരാതി, വനിതാ വാച്ചാൻ വാർഡ് നൽകിയ പരാതിയിൽ UDF MLA-മാർക്കെതിരെ കേസെടുത്തതും. ഈ സനീഷ് കുമാർ ജോസഫാണ് ചാലക്കുടി MLA. അദ്ദേഹമാണ് UDF MLA-മാർക്ക് വേണ്ടിയുള്ള ഒരു പരാതി നൽകിയത്, മർദ്ദിച്ചു എന്നതടക്കം കാണിച്ചുള്ള പരാതി നൽകിയത്. KK രമ പ്രത്യേകിച്ചൊരു പരാതി DGPക്ക് നൽകിയിരുന്നു. DGP അത് മ്യൂസിയം പോലീസിൽ കൈമാറിയെങ്കിലും ആ പരാതിയിലും പ്രത്യേകിച്ചൊരു അന്വേഷണം ഉണ്ടായില്ല.
ഈ സനീഷ് കുമാർ ജോസഫിൻ്റെ പരാതിയോട് ചേർത്ത് തന്നെ രമയുടെ പരാതി കൂടി ഉൾക്കൊള്ളിച്ച് അത് ആ നിലയിൽ ഒറ്റ പരാതിയായി അന്വേഷിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ MLA-മാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. 2 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ പ്രതിപക്ഷ MLA-മാർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതേസമയം ഭരണപക്ഷ MLA-മാർക്കാകട്ടെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതും. ചെറിയ വകുപ്പുകൾ ചുമത്തി അവരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കി എന്ന ഒരു ആരോപണവും അവിടെ നിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും KK രമയുടെ 2 പരാതികളിലും പ്രത്യേകിച്ചൊരു അന്വേഷണം ഉടൻ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ആദ്യത്തെ ഈ സഭയിൽ നടന്ന കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തായിരുന്നാലും രമയുടെ പരാതിയിൽ പ്രത്യേകിച്ചൊരു അന്വേഷണം ഉണ്ടാകില്ല. അതേസമയം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചു എന്ന പരാതിയിൽ ഉടൻ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. രഞ്ജിത്ത്, ആര്യ. അത് സൈബർ സെല്ലാണ് രമ പരാതി. വിനോദ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഈ ലോ കോളേജിലെ KSU SFI സംഘർഷമാണ്. എന്തായാലും SFI പ്രവർത്തകർ ഈ അധ്യാപകരെ പൂട്ടിയിട്ട് സമരം നടത്തുന്ന ഒരു സമരമുറയൊക്കെ അവലംബിക്കുകയുണ്ടായി. അതിനെ CPM സംസ്ഥാന സെക്രട്ടറി തള്ളിക്കളഞ്ഞു. ഒപ്പം SFIയുടെ സംസ്ഥാന സെക്രട്ടറി തള്ളിക്കളഞ്ഞു. അധ്യാപികയെ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായി. എന്തായാലും SFI പ്രവർത്തകർക്കെതിരെ നിയമപരമായി നീക്കാൻ കോളേജ് തീരുമാനിക്കുന്നു. ഹൈക്കോടതിയിൽ റിട്ട് നൽകാൻ ഒരുങ്ങുന്നു. നാളെ KSUവും SFI പ്രവർത്തകരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് പ്രിൻസിപ്പൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. PTA അംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുക എന്നും അറിയുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഈ നിയമപരമായി നീങ്ങാം എന്നുള്ള ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ഈ ഒരു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്താകും വിനോദ്? ആര്യ, ഇക്കാര്യത്തിൽ PTA മീറ്റിംഗ് ആണ് തീരുമാനമെടുക്കുക. നാളെയാണ് യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. രക്ഷിതാക്കളെ ഉൾപ്പെടെ വിളിച്ചുകൊണ്ടുള്ള യോഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സംഘർഷമാണ് ലോ കോളേജിൽ ഉണ്ടായത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് KSU SFI തർക്കമുണ്ടായത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും KSUവിൻ്റെ കൊടിതോരണങ്ങൾ SFI വിദ്യാർത്ഥികൾ നശിപ്പിക്കുകയും ചെയ്തുവെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്നാണ് ഈ തടഞ്ഞു വയ്ക്കപ്പെട്ട അധ്യാപകർ നമ്മളോടടക്കം വിശദീകരിച്ചത്. ഏതായിരുന്നാലും 9 മണിക്കൂറോളം അധ്യാപകരെ ബന്ദികളാക്കി എന്ന ആരോപണമാണ് ഒരു വശത്തുള്ളത്. SFIയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, മ്യൂസിയം പോലീസ് സംഭവത്തിൽ കേസെടുത്തു. വലിയ വകുപ്പുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. തടഞ്ഞുവയ്ക്കൽ എന്നത് മാത്രമാണ്. കണ്ടാലറിയാവുന്ന 60ഓളം പേർ എന്ന നിലയ്ക്കാണ് കേസെടുത്തിട്ടുള്ളത്. അതിൽ കാര്യമായ നടപടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഏതായിരുന്നാലും ഈ റിട്ട് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് അധ്യാപകർ ഉള്ളത്. പക്ഷേ അതിനു മുൻപ് അടിയന്തരമായി തന്നെ ഈ യോഗം ചേരുകയാണ്. നാളെ ഈ വിദ്യാർത്ഥികളുടെ പാരൻസ് ഉൾപ്പെടെ എത്തിയ ശേഷം തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. SFI ആകട്ടെ തങ്ങൾക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. 2 പെൺകുട്ടികളെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമെന്നാണ് SFI നേതൃത്വം വിശദീകരിക്കുന്നത്. മാത്രവുമല്ല, തങ്ങളുടെ കൊടിതോരണങ്ങളും KSU നശിപ്പിച്ചിരുന്നു എന്ന കാര്യം പറയുന്നു. എന്നാൽ ഈ ദൃശ്യങ്ങൾ, ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് അധ്യാപകർ പറയുന്നത്. അങ്ങനെ തെളിവില്ലാതെ ഒരു കുട്ടിക്കെതിരെയും നടപടിയെടുക്കാൻ കഴിയില്ലെന്നും അധ്യാപകർ പറയുന്നുണ്ട്. ഏതായിരുന്നാലും SFI KSU സംഘർഷത്തിൽ നാളെ ഇങ്ങനെ ഒരു PTA മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ഒരുപക്ഷെ ഒത്തുതീർപ്പിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രഞ്ജിത്ത്, ആര്യ. വിനോദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിലേക്ക് പോകണം. കൊച്ചിയിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കൊച്ചി ആകെ അതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷന്റെയും സർക്കാരിന്റെയും വീഴ്ചയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതിലും വലിയൊരു ആഘാതം എന്ന പോലെ 100 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം ദേശീയ ഹരിത ട്രിബ്യൂണൽ കൊച്ചി കോർപ്പറേഷന് പിഴയിട്ടത്. ഈ ഒരു പിഴ ഇട്ടത് തന്നെ ഈ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കോടതി തന്നെ സ്വമേധയായി എടുത്ത കേസിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. വലിയ ആഘാതമാണ് കോർപ്പറേഷൻ സംഭവിച്ചത്. കാരണം ഇന്നലെ മുൻ മേയർ ടോണി ചമണിയൊക്കെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് വേണം ഈ പണം കൊടുക്കാൻ. നിയമപോരാട്ടമെന്ന് മേയർ പറയുമ്പോഴും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന വലിയ സംശയം കോർപ്പറേഷൻ അധികൃതർ തന്നെ ഉണ്ട്. എന്നാൽ നിയമവിദഗ്ധരുമായൊക്കെ അവർ കൂടിക്കാഴ്ച നടത്തുന്നു. എങ്ങനെ നിയമപോരാട്ടം മുന്നോട്ട് പോകണം, എങ്ങനെ ഈ പിഴയിൽ നിന്ന് ഒഴിവാകാം എന്ന ശ്രമങ്ങളൊക്കെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. MS സനീഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും.
അനീഷ്, ഏതായാലും കോർപ്പറേഷന് ഏതായാലും ഈ ഹരിത ട്രിബ്യൂണലിന്റെ പിഴയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നമുക്കിതിന് മുൻപുള്ള കേസ് ഹിസ്റ്ററി ഒക്കെ എടുത്താൽ സുപ്രീം കോടതി സമീപിക്കാനൊക്കെ സാധിക്കുമെങ്കിൽ പോലും കൂടുതൽ അധികാരമുള്ള ഒരു സംവിധാനമാണ് ഹരിത ട്രിബ്യൂണൽ എന്ന് മനസ്സിലാക്കണം. ഇത് നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനയിൽ സ്വാഭാവികമായും കോർപ്പറേഷന് മനസ്സിലാക്കി കാണും. അപ്പോൾ എന്താണ് ഇനി അവരുടെ മുന്നിലുള്ള വഴി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, ഈ ഗ്രീൻ ട്രൈബ്യൂണൽ എടുക്കുന്ന കേസുകൾ വളരെ ഗുരുതരമുള്ളതാണ്. പിഴ വലിയ ഗുരുതരമുള്ളതാണെങ്കിലും സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ ട്രൈബ്യൂണലിൻ്റെ പിഴയൊന്നും ഒടുക്കിയല്ല സംസ്ഥാനങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഒറ്റ അടിക്ക് നോക്കിയാൽ വലിയൊരു തുക 100 കോടി രൂപ എന്നൊക്കെ പറയുമ്പോഴും പറയാമെങ്കിലും ഇത് നാളെയോ മറ്റന്നാളോ കോർപ്പറേഷൻ കെട്ടിവെച്ച് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലേക്ക് കെട്ടിവെച്ച് ഒഴിവാകുന്ന രീതിയൊന്നും ഉണ്ടായിട്ടില്ല. മുൻപും കൊച്ചി കോർപ്പറേഷനെതിരെ സമാനമായ രീതിയിൽ തന്നെ ഗ്രീൻ ട്രൈബ്യൂണലിൽ നിന്നും ഈ പിഴ ഒടുക്കേണ്ടി അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ട ഉത്തരവ് എത്തിയിട്ടുണ്ട്. 2016, 2019, 2021 പലതവണയായി ഇത്തരത്തിൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൊച്ചി കോർപ്പറേഷന് പിഴ ഒടുക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അത് 1 കോടി രൂപയും 1.5 കോടി രൂപയും ലക്ഷങ്ങളൊക്കെ വരുന്ന തുകയൊക്കെയാണ്. ഈ 100 കോടി എന്ന തുകയുടെ പെരുക്കം മാത്രമേ ഈ ഘട്ടത്തിലുള്ളൂ. അത്തരത്തിലൊരു അമ്പരപ്പേ ഉള്ളൂ കൊച്ചി കോർപ്പറേഷൻ എന്നാണ് നമുക്ക് ഈ ഇന്നലെ മേയർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്രീൻ ട്രൈബ്യൂണൽ പിഴ ഈടാക്കും. അവർ ഹൈക്കോടതിയെ സമീപിച്ച് അതിന് സ്റ്റേ വാങ്ങും. പിന്നീട് ഉത്തരവ് നടപ്പിലാക്കുന്നതൊക്കെ അരിച്ചിതമായി ഏതാണ്ട് നീളുന്ന സാഹചര്യത്തിലേക്കാണ്. നേരത്തെ UDF ഭരണകാലത്തും ഇത്തരത്തിൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഭാഗത്തു നിന്നും പ്രതികൂല പരാമർശങ്ങൾ കോർപ്പറേഷനെതിരെ ഉണ്ടാവുകയും ഈ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങണം എന്നൊക്കെ ഉത്തരവ് വന്നതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും ഉത്തരവ് സ്റ്റേ ചെയ്യുകയും പിഴ ഒടുക്കുന്നതിൽ നിന്നും കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തവണയും കൊച്ചി കോർപ്പറേഷൻ 100 കോടി രൂപ അടച്ച് നടപടിക്രമങ്ങൾക്ക് വഴങ്ങി മുന്നോട്ട് പോകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം ഈ ബ്രഹ്മപുരം കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് തന്നെ ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഒരു ഹർജി പരിഗണിച്ചിരുന്നു. അതിൽ എന്തൊക്കെ നടപടികൾ സർക്കാർ സ്വീകരിച്ചു, കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് വ്യക്തമായി എഴുതി വാങ്ങിയിരുന്നു. ഒപ്പം ഏതാണ്ട് കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഈ കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണത്തിനായി ബ്രഹ്മപുരത്തിനായി വേണ്ടി മാത്രം എത്ര കോടി രൂപ ചിലവഴിച്ചു, എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കിയത്, എന്തൊക്കെ ഫലമാണ് അതിൽ നിന്നുണ്ടായത് എന്നടക്കമുള്ള വിശദാംശങ്ങൾ ചോദിക്കുകയും രൂക്ഷമായ വിമർശനങ്ങൾ കോർപ്പറേഷനും സർക്കാരിനുമൊക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ പോസിറ്റീവായി മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് കോടതി തന്നെ വ്യക്തമാക്കിയത്. കാരണം ഈ പരസ്പരം പഴിചാരലുകൾക്കപ്പുറം ഈ സംഭവത്തെ ഉത്തരവാദി ആരെന്ന് കണ്ടെത്തുന്നതിനപ്പുറം ഒരു ശാശ്വതമായ മാലിന്യ സംസ്കരണ സംവിധാനം കൊച്ചി നഗരത്തിന് വേണം. അത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് പിഴവുകളില്ലാത്ത രീതിയിലുള്ളൊരു മാലിന്യ സംസ്കരണം വേണം. അതിനായി കുട്ടികളെ അടക്കം പരിശീലിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ കോടതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു കൃത്യമായൊരു കർമ്മ പദ്ധതി കോടതിയിൽ സമർപ്പിക്കും എന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത്. തുടർന്ന് കോടതിയുടെ കൂടെ ഒരു മേൽനോട്ടത്തിൽ കോടതിയുടെ കൂടെ കോടതിയെ കൂടെ വിശ്വാസത്തിലെടുത്താവും കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മേയർ പറയുന്നു. എന്തായാലും നിലവിലെ ഈ ഉത്തരവിനെതിരെ 100 കോടി രൂപ പിഴ അടയ്ക്കണമെന്ന ഉത്തരവിനെതിരെ നിശ്ചയമായും ഹൈക്കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായ ഒരു സ്റ്റേ ലഭിക്കും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഗ്രീൻ ട്രൈബ്യൂണൽ പിഴ ഒടുക്കുന്നത് അല്ലെങ്കിൽ പിഴ ഈടാക്കാൻ നിർദ്ദേശം നൽകുന്നത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനങ്ങൾ ഇതിനു മുമ്പും ഉന്നയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു അവസരം, ഈ തീപിടുത്തം ഒരു അവസരമായി മുന്നിൽ കണ്ട് നഗരവാസികളെ ബോധവൽക്കരിച്ച് വീടുകളിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന മാലിന്യത്തിൻ്റെ അളവ് വളരെ കുറച്ച് ഒരു ഫലപ്രദമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. അതായത് പരമാവധി മാലിന്യങ്ങൾ ബ്രഹ്മപുരത്തേക്ക് എത്തിക്കുന്നത് കുറയ്ക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കോർപ്പറേഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. രഞ്ജിത്ത്, ഈ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ ഇത് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം ഒരു അവസരമായി കാണണം. നമ്മുടെ സംസ്ഥാനത്തെ ഈ മാലിന്യ സംസ്കരണ കാര്യത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോഴെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ അധികൃതർക്ക് ഒന്ന് കണ്ണു തുറക്കണം, ജനത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ആരോഗ്യ പ്രശ്നങ്ങളടക്കം സംഭവിച്ചതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഗ്രീൻ ട്രിബ്യൂണലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി. എന്തായാലും വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോവുകയാണ് കൊച്ചിൻ കോർപ്പറേഷൻ. എങ്ങനെ ഈ ഒരു പിഴത്തുകയെ ചലഞ്ച് ചെയ്യാം എന്നുള്ളതിന്റെ നിയമോപദേശം തേടുകയാണ്. നേരത്തെ അനീഷ് പറഞ്ഞ പോലെ ഈ പിഴത്തുക 100 കോടി എന്ന് പറയുന്നത് ശരിക്കും തലക്കിട്ട് കൊടുത്തൊരു അടിപോലെയാണ് കോർപ്പറേഷന്. കാരണം കോർപ്പറേഷനെ അക്കമിട്ട് ഓരോ കാര്യങ്ങളും കുറ്റപ്പെടുത്തി കണക്കുകൾ നിരത്തി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഇന്നലെ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. അത് വായിച്ചാൽ അറിയാം എത്ര ഗുരുതരമാണ് ഈ മാലിന്യ സംസ്കരണം കൈകാര്യം ചെയ്യുന്നതിൽ കോർപ്പറേഷൻ നടത്തിയ അനാസ്ഥ എന്നുള്ളത്. നമുക്കിനിയും ലീഗ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുപോകണം. കോഴിക്കോട് നിന്നാണ് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നത്.
വിനേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ ദിവസം നടന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് പൊളിറ്റിക്കൽ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ച ശേഷം നമുക്ക് വിനേഷിലേക്ക് പോകുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി ദുർബലനായെന്ന പ്രചാരണങ്ങൾക്ക് മറുപടിയുമായി PMA സലാമിന്റെ സ്ഥാനലബ്ധി. നിർണായക ഘട്ടത്തിൽ സാദിഖ് അലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നിന്നു എന്നുള്ളതിന് തെളിവായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. വിമതനീക്കങ്ങളെ പ്രതിരോധിക്കുമെന്ന PMA സലാമിന്റെ മുന്നറിയിപ്പ് വരാനിരിക്കുന്ന കൂടുതൽ അച്ചടക്ക നടപടികളുടെ സൂചനയായും കാണുന്നവരുണ്ട്. മുസ്ലിം ലീഗിലെ അധികാര കേന്ദ്രം കുഞ്ഞാലിക്കുട്ടി തന്നെയെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് PMA സലാമിന്റെ ജനറൽ സെക്രട്ടറി പദവി. മുതിർന്ന നേതാക്കളുടെ പിന്തുണയും CHന്റെ മകനെന്ന ഖ്യാതിയും മുനീറിന് തുണയാവാതെ പോയത് സലാമിന് പിന്നിൽ കുഞ്ഞാലിക്കുട്ടി പാറ പോലെ ഉറച്ചു നിന്നതോടെയാണ്. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി എന്ന കിങ് മേക്കറുടെ കാലം കഴിഞ്ഞെന്ന അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള പ്രചാരണങ്ങൾ ഇതോടെ ഒരു പരിധിവരെ അവസാനിക്കും. പാർട്ടിക്കുള്ളിലെ എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുമെന്ന സൂചന പഴയ കമ്മിറ്റിയുടെ അവസാന കൗൺസിലിൽ തന്നെ PMA സലാം നൽകിയിരുന്നു. ഒപ്പം പാർട്ടിക്കുള്ളിലെ വിമതരെ വിശ്വസിക്കരുതെന്ന മാധ്യമങ്ങൾക്കുള്ള മുന്നറിയിപ്പും ശക്തമായ സന്ദേശമാണ്. മുസ്ലിം ലീഗിൽ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നൊരു തീരുമാനം. ആ തീരുമാനം പുതിയ കമ്മിറ്റി വന്നാൽ ആ കമ്മിറ്റിയുടെ നടപടികൾ നടപ്പാക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. പല കാര്യങ്ങളിലും നിങ്ങളെ ഈ ആളുകൾ കുപ്പിയിലിറക്കിയിട്ടുണ്ട്. ആ അനുഭവം വെച്ചുകൊണ്ട് ഇനി അത് ചെയ്യരുതെന്ന് ഞാൻ പലപ്പോഴും സ്നേഹത്തിന്, ദേഷ്യത്തിലല്ല, നിങ്ങളൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, എന്നെ വളർത്തുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഞാൻ എപ്പോഴും സ്നേഹത്തോടു കൂടി നിങ്ങൾ കുഴിയിൽ ചാടരുത് എന്നുള്ളതുകൊണ്ട് പറയാറുണ്ട്. ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ പെട്ടതിൽ തന്നെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പെട്ടതിലല്ലേ തങ്ങൾക്കെതിരെ കേസ് കൊടുത്തത്. സാദിഖ് അലി തങ്ങളോട് പിന്തുണയുണ്ടെന്നായിരുന്നു ഇതുവരെ KM ഷാജിയും MK മുനീറും ഉൾപ്പെടുന്ന പക്ഷത്തിന്റെ അവകാശവാദം. എന്നാൽ നിർണായക ഘട്ടത്തിൽ സാദിഖ് അലി തങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യത്തിന് ഇതിലും വ്യക്തമായൊരു മറുപടിയില്ല. ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൾ വഹാബ്, KP മജീദ് തുടങ്ങി കരുത്തന്മാരുടെ പിന്തുണയെന്നും തങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാക്കിയില്ലെന്നതും ശ്രദ്ധേയം. ഉന്നതാധികാര സമിതി അംഗമായിരുന്ന MK മുനീർ സെക്രട്ടേറിയറ്റിലേക്ക് ചുരുങ്ങിയെങ്കിലും വിമത നീക്കങ്ങൾ അവസാനിപ്പിക്കാനോ ആയുധം വെച്ച് കീഴടങ്ങാനോ ഷാജിപക്ഷം തയ്യാറല്ല. കുറെ കൂടി കരുത്തനായ കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും ഒരു വശത്തും ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൾ വഹാബ്, MK മുനീർ, KM ഷാജി തുടങ്ങിയവർ മറുവശത്തും നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിലെ വിഭാഗീയത പൂർവാധികം ശക്തമാവാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ആൾക്കൂട്ടത്തിന്റെ പിന്തുണ കൊണ്ട് പിടിക്കാവുന്നതല്ല പാർട്ടി എന്ന വലിയ പാഠം KM ഷാജി പക്ഷത്തെ പഠിപ്പിക്കുന്നുണ്ട് സലാമിന്റെ സ്ഥാനലബ്ധി. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ഏതായാലും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ കുഞ്ഞാലിക്കുട്ടി കുറച്ചുകൂടി കരുത്തനാകുന്നു. PMA സലാമിന്റെ സ്ഥാനലബ്ധി. കാരണം പാണക്കാട് കുടുംബത്തിന്റെ പിന്തുണ PMA സലാമിന് കുഞ്ഞാലിക്കുട്ടി നേടിയെടുത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ എതിർവിഭാഗം KM ഷാജിയെ പോലുള്ള ആളുകളെ അല്പം അസ്വസ്ഥരാക്കുന്നത്. MK മുനീറിനെ പരിഗണിക്കുമെന്ന് ഇന്നലെ വലിയ വാർത്തയുണ്ടായിരുന്നു. മുനീറിന്റെ പാണക്കാട് കുടുംബത്തിന്റെ പിന്തുണ MK മുനീറിനാണോ എന്നുള്ളതായിരുന്നു ഇന്നലെ വരെ. പക്ഷെ കുഞ്ഞാലിക്കുട്ടി താൻ വിചാരിച്ച സ്ഥലത്ത് കാര്യങ്ങൾ എത്തിക്കുന്നു. PMA സലാമിനെ ജനറൽ സെക്രട്ടറി ആക്കുന്നു, കൂടുതൽ പാർട്ടിയിൽ കരുത്തനാകുന്നു. വിനേഷ് കുമാർ, ഏതായാലും കുഞ്ഞാലിക്കുട്ടിക്ക് എതിരാളിയില്ല ലീഗ് രാഷ്ട്രീയത്തിൽ എന്നത് വ്യക്തമാക്കുന്നതായിരുന്നില്ലേ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ്? രഞ്ജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ഇപ്പോഴും എപ്പോഴും ശക്തൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് PMA സലാം വീണ്ടും ജനറൽ സെക്രട്ടറി ആവുന്നത്. കാരണം മുനീർ വിഭാഗം വലിയ ചരടുവലികൾ നടത്തുകയും അതായത് കുഞ്ഞാലിക്കുട്ടിയുടെയും അപ്രമാദിത്വം തകർക്കാനുള്ള ഒരു നീക്കം KM ഷാജിയുടെയും MK മുനീറിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇതിനുള്ള രഹസ്യമായ പിന്തുണ അല്ലെങ്കിൽ മൗന അനുവാദം ET മുഹമ്മദ് ബഷീറിൻ്റെയും KP മജീദിൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല, അല്ലെങ്കിൽ അത് നടക്കുന്നില്ല. കാരണം ഇവർ പ്രധാനമായും കുഞ്ഞാലിക്കുട്ടി ഇടതുപക്ഷത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ LDFിലേക്ക് മുസ്ലിം ലീഗിനെ കൊണ്ടുപോകാൻ ഒരു നീക്കം നടത്തുന്നു. ഇതെല്ലാം തന്നെ തടയിടുന്നതിൻ്റെ ഭാഗമായി തുടക്കം മുതൽ തന്നെ MK മുനീറും അതുപോലെ തന്നെ KM ഷാജിയും പരസ്യമായും രഹസ്യമായും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതായത് സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ മറ്റു പൊതുപരിപാടികളിലെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിരവധി ഒളിയമ്പുകൾ ചെയ്തവരാണ് ഈ രണ്ട് നേതാക്കന്മാരും. പക്ഷേ അതെല്ലാം തന്നെ മാറി മറിഞ്ഞു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് MK മുനീർ അറിയിച്ചതാണ് സംസ്ഥാന കൗൺസിലിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ പരിഗണിച്ചില്ല. കാരണം എല്ലാ സമയങ്ങളിലും PMA സലാമിന് വേണ്ടി ഉറച്ചു നിന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ഇത്തവണ അത് സംഭവിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുനീറും ഷാജിയും അടങ്ങുന്ന സംഘം അല്ലെങ്കിൽ ഷാജിയും അടങ്ങുന്ന വിഭാഗം
പ്രചരിപ്പിച്ചതും ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തങ്ങളുടെ കൂടെയാണ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്കും സാദിഖ് അലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾക്കൊപ്പം നിന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ PMA സലാമിൻ്റെ സെക്രട്ടറി സ്ഥാനം. എന്തായാലും ആക്ടിംഗ് സെക്രട്ടറി ആയി തുടരുകയായിരുന്ന അദ്ദേഹം വീണ്ടും ജനറൽ സെക്രട്ടറി ആയതിൽ കുഞ്ഞാലിക്കുട്ടി നടത്തിയിരിക്കുന്ന അണിയറ നീക്കങ്ങൾ തന്നെയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും പാർട്ടിയിൽ ശക്തനാണ്. പാണക്കാട് തറവാടുമായും കൊടപ്പനക്കൽ തറവാടുമായും വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് മുസ്ലിം ലീഗിനകത്തെ അവസാന വാക്ക് എന്നുള്ളതിൽ ഒരു മാറ്റവും ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും MK മുനീറും KM ഷാജി അടങ്ങുന്ന ആ ഒരു വിമത നീക്കത്തിനെതിരെ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതിന് വരും ദിവസങ്ങളിൽ കാണാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വിഭാഗീയത വരും ദിവസങ്ങളിൽ മുസ്ലിം ലീഗിൽ രൂക്ഷമാവും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. രഞ്ജിത്ത്, എന്നുള്ളൊരു ആകാംക്ഷ, അത്തരത്തിലൊരു സാധ്യത ഉണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിഭാഗീയത കൂടുതൽ സജീവമാവുകയാണ്. KS ഹംസയെ പുറത്താക്കിയിരുന്നു, മുൻ സെക്രട്ടറി KS ഹംസയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അപ്പോൾ കൂടുതൽ വിമതർക്കെതിരെ കൂടുതൽ നടപടിയിലേക്ക് നമുക്കറിയാം. ഒരുപാട് വിമത സ്വരങ്ങൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ലീഗിൽ ഉയരുന്നുണ്ട്. അവർക്കൊക്കെ മുന്നറിയിപ്പ് കൂടിയാകുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ്? രഞ്ജിത്ത്, KS ഹംസ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർട്ടിക്കുള്ളിൽ വലിയൊരു കലാപത്തിന് വഴിമരുന്നിട്ട ആളാണ്. മാത്രമല്ല അദ്ദേഹം കോടതിയെ സമീപിച്ചു. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ മുസ്ലിം ലീഗും മുന്നോട്ട് വെച്ചത്. പക്ഷേ KS ഹംസ ഈ ഒരു തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന സംസ്ഥാന കൗൺസിലിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ്, അത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ അതിപ്പോൾ നടത്തരുത്. ജില്ലാ കൗൺസിൽ നടത്തിയതിന് ശേഷമേ സംസ്ഥാന കൗൺസിൽ നടത്താൻ പാടുള്ളൂ. അതാണ് പാർട്ടിയിലെ കീഴ്വഴക്കം, അല്ലെങ്കിൽ പാർട്ടിയിലെ ഓർഡർ അനുസരിച്ച് അങ്ങനെയാണ് പോകേണ്ടത് എന്ന് കാണിച്ചുകൊണ്ട് പാർട്ടിക്ക് അകത്ത് ആദ്യം അങ്ങനെ ഉന്നയിച്ചിരുന്നു. പക്ഷേ കടുത്ത കുഞ്ഞാലിക്കുട്ടി വിരുദ്ധനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മുസ്ലിം ലീഗിനകത്ത് കാര്യമായ ഒരു ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്ക് ഉൾക്കൊള്ളാൻ സംഘടന തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അതിനുശേഷമാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നത്. കോടതിയെ സമീപിച്ചുകൊണ്ട് സംസ്ഥാന കൗൺസിൽ ചേരരുത്, ജില്ലാ കൗൺസിൽ ചേർന്നതിന് ശേഷമാണ് സാധാരണ നിലയിൽ മുസ്ലിം ലീഗിൽ സംസ്ഥാന കൗൺസിൽ ചേരുക. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം കോടതിയെ സമീപിച്ചത്. പക്ഷേ കോടതിയിൽ ഈ വിഷയം ഇന്നലെ സംസ്ഥാന കൗൺസിൽ ചേരുകയും ഈ ഉടൻ തന്നെ ഈ KS ഹംസയെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം വരികയും ചെയ്തു. ഇന്നലെ ഇത് സംബന്ധിച്ച് KS ഹംസ മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയാണ്. പക്ഷേ അതിനുശേഷം ഇന്ന് 11 മണിയോടുകൂടി അദ്ദേഹം കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കാണും. തനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മുസ്ലിം ലീഗിൽ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. അദ്ദേഹം PMA സലാമും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി അടങ്ങുന്ന ആ ഒരു വിഭാഗത്തിനെതിരെയുള്ള ഒരു നീക്കം, ഔദ്യോഗിക വിഭാഗത്തിനെതിരെ ഒരു നീക്കം ഉണ്ടാവും. അതിൽ ഒരു പക്ഷേ KM ഷാജിയുടെയും MK മുനീറിന്റെയും എല്ലാം തന്നെ പിന്തുണ ഉണ്ടാവും. സംസ്ഥയുടെ ഭാഗത്തുനിന്ന് ഇന്ന് പ്രതീക്ഷിക്കാം. വിനേഷ്, മറ്റൊന്ന്, ലീഗ് രാഷ്ട്രീയത്തെ ഇന്നലെ സജീവമാക്കി നിർത്തിയത് RSSന്റെ പ്രസ്താവനയാണ്. കാരണം ഒരു ലീഗിന്റെ സിറ്റിംഗ് MLAയുമായും ചർച്ച നടത്തി. ജമാഅത്തെ ഇസ്ലാമിക്ക് അപ്പുറം എന്ന് പറയുന്നത് ലീഗ് കേന്ദ്രങ്ങളെ പോലും ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ പോലും അമ്പരപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലടക്കം അത് ഏതാണ്ട് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് ലീഗ് എന്ന് വേണം കരുതാൻ. അതിനു മുമ്പായി നമുക്ക് ഈ RSS കേരള ഘടകത്തിലെ ആ ഒരു പ്രതികരണം കണ്ട് വരാം. ഒരു ഇന്റലക്ച്വൽ ടീമിനോട് ചർച്ച ചെയ്തതിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്ര മുസ്ലിം നിലപാടുകളുള്ള സംഘടനകളുണ്ട്. അത്രയും സംഘടനകളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്താനോ നമുക്ക് സാധിക്കില്ല. ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും തന്നെ വെല്ലുവിളിയായിത്തീരുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനകളായിട്ടോ സംവിധാനങ്ങളായിട്ടോ നമുക്ക് നാഷൻ ഫസ്റ്റ് എന്നുള്ളതാണ്. ഞങ്ങൾ തീവ്രവാദത്തെ എതിർക്കുന്നവരാണ്. ഒരു മുസ്ലിം മെയിൻ സ്ട്രീം തീവ്രവാദത്തെ എതിർക്കുന്നവരാണ്, മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ വ്യക്തിപരമായിട്ടുള്ള സമ്പർക്കങ്ങളായിരുന്നു. ലീഗിന്റെ നേതാക്കളും ഉണ്ടായിരുന്നു. ഒരു സിറ്റിംഗ് MLA കണ്ടിരുന്നു. അതേസമയം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട PMA സലാം ഇത് നിഷേധിച്ചിരുന്നു. പണ്ട് വർഗീയ കക്ഷി എന്ന് വിളിച്ചവരൊക്കെ ഇപ്പോൾ പുകഴ്ത്തുന്നതിൽ സന്തോഷമെന്നായിരുന്നു സലാമിന്റെ പ്രതികരണം.
ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു MLAയും RSSുമായോ ഇത്തരം ഫാസിസ്റ്റ് സംഘടനകളുമായോ ഒരു ചർച്ചയും നടത്താറില്ല, നടക്കൂല. ആ വാർത്ത പൂർണ്ണമായും തെറ്റായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും അങ്ങനെ ഉണ്ടാകാൻ ഞാൻ നിഷേധിക്കുന്നു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഒരു MLAയും RSSകാരുമായി ചർച്ച നടത്താറില്ല. ആരും അതിൽ നിയോഗിക്കപ്പെട്ടിട്ടില്ല. ഒരു മുസ്ലിം ലീഗിൻ്റെ MLAയോ നേതാവോ ഭാരവാഹിയോ പ്രവർത്തകനോ ആരും അത്തരം ഒരു കൃത്യത്തിന് പോവില്ല. ഉറപ്പാണ്. ഞങ്ങളെ എതിർത്തവരും ഞങ്ങളെ വർഗീയെന്ന് പറഞ്ഞവരും ഞങ്ങളെ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞവരൊക്കെ മുസ്ലിം ലീഗ് നല്ല പാർട്ടിയാണ്, ജനാധിപത്യമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. ഞങ്ങളെ കോംപ്രമൈസ് ആക്കുകയും കിട്ടുകയാണ്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അവരോടൊക്കെയുള്ള ഞങ്ങളുടെ ആശയത്തിലെ അഭിപ്രായത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. എന്തായാലും ലീഗ് നേരിടുന്നത് വലിയ വിവാദമാണ്. ഈ ഒരു പ്രതികരണത്തിലൂടെയൊക്കെ ഇതിന് മറുപടി നൽകാം, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ എന്നറിയില്ല. എന്തായാലും CPM-ന് വീണ്ടും കിട്ടിയ വലിയൊരു രാഷ്ട്രീയ ആയുധം കൂടിയാണ് RSS കേരള ഘടകത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു പ്രതികരണം. എന്തായാലും ഒരുപാട് തുടർ പ്രതികരണങ്ങളും വിവാദങ്ങളും ഒക്കെ ഇതിനെ ചുറ്റിപ്പറ്റി ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. വിനേഷ് കുമാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. വിനേഷ്, ഈ ചർച്ച എന്നുള്ളത് RSS നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ്, ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തി എന്നുള്ള കാര്യത്തിൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ഒരു സിറ്റിംഗ് MLAയുമായി ചർച്ച നടത്തി, അത് PMA സലാം നിഷേധിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം വരുമ്പോൾ RSS അങ്ങനെ ഈ വെറുതെ ഇത് പറഞ്ഞു പോകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമുമായി ചർച്ച നടത്തുന്നുള്ളത് വ്യക്തമായിരുന്നു, അതിൻ്റെ കാര്യകാരണങ്ങളടക്കം രണ്ട് കക്ഷികളും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ലീഗ് നിഷേധിക്കുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗ് നിഷേധിച്ചേ പറ്റുള്ളൂ. പക്ഷേ അതിനപ്പുറം എന്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാകും ഇതുമായി ബന്ധപ്പെട്ട് ഇനി പുറത്തു വരേണ്ടത്? അത്തരത്തിലൊരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്നോ? രഞ്ജിത്ത്, ആദ്യം ഈ 6 മുസ്ലിം സംഘടനകളുമായി, അതായത് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുമായി RSS നേതാക്കൾ ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത ആദ്യം ദ ഹിന്ദു പത്രത്തിലാണ് വന്നത്. പക്ഷേ അതിലൊന്നും തന്നെ മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ പേരില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി RSSുമായി ചർച്ച നടത്തിയത് സംബന്ധിച്ച് ഒരു മാധ്യമങ്ങളിലും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുതിയതായി പുറത്തു വരുന്ന വിവരമനുസരിച്ച് എവിടെ വെച്ച് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായൊരു ധാരണ, അല്ലെങ്കിൽ അത് ഏതാണ് എന്നുള്ളതും എന്തായിരുന്നു ചർച്ച എന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് ഒരുപക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുമായി ഈ RSS ചർച്ച നടത്തിയപ്പോൾ അതിൽ കൃത്യമായ ഒരു മൗനം തുടർന്ന പാർട്ടി കൂടിയായിരുന്നു. മുസ്ലിം ലീഗ് കൃത്യമായ ഒരു നിലപാട് എടുത്തില്ല. അതിൽ MK മുനീറിനോടെല്ലാം തന്നെ നമ്മൾ ഇക്കാര്യം തുറന്നു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടനകളുമായി ആര് ചർച്ച നടത്തുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല, ആരായാലും അത് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള വാക്കുപോലും അദ്ദേഹം പറയാൻ തയ്യാറാവാതിരുന്നൊരു സമയം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മൈൽഡായി അവർ മുന്നോട്ട് ഒരു സമീപനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണം തന്നെയായിരുന്നു ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്ര രൂക്ഷമായൊരു വിമർശനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് മുസ്ലിം ലീഗിലെ നേതാക്കളും മുസ്ലിം ലീഗിലെ ഒരു സിറ്റിംഗ് MLA RSSുമായി ചർച്ച നടത്തി എന്നുള്ളതാണ്. എന്നാൽ PMA സലാം ഇത് പൂർണ്ണമായി തന്നെ ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ആളുമില്ല, അങ്ങനെ ഒരാൾ പാർട്ടിയിൽ ഉണ്ടാവില്ല, അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറായ ഒരാൾ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, സാധാരണ ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ചർച്ചകളിലേക്ക് ഒരു സാധാരണ സിറ്റിംഗ് MLA അത് ആരായിരിക്കും എന്നറിയില്ല, അങ്ങനെ പോകാനുള്ളൊരു സാധ്യത കൂടിയില്ല. കാരണം പാർട്ടിയിൽ പ്രധാനമായും അത്തരത്തിലുള്ളൊരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് PK കുഞ്ഞാലിക്കുട്ടിയോ അതല്ലെങ്കിൽ KPA മജീദോ അതുമല്ലെങ്കിൽ ET മുഹമ്മദ് ബഷീറോ ഇങ്ങനത്തെ ആളുകളായിരിക്കും ഉണ്ടാവുക. അതിൽ ഒരുപക്ഷേ വഹാബിനെ പോലുള്ള ആളുകളായിരിക്കും അതിന് കൃത്യമായി ഇടനിലക്കാരായി നിന്നിട്ടുമുണ്ടാവുക. പക്ഷേ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും വരാത്ത സാഹചര്യത്തിൽ ഇനി കൂടുതൽ ഇതിന് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ എവിടെ വെച്ച് ചർച്ച നടത്തി, എന്തായിരുന്നു ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിനകത്ത് ഈ വിഷയം ഇപ്പോൾ വലിയ പുകച്ചിലുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ മുസ്ലിം ലീഗിനകത്ത് വലിയ വിഭാഗീയത ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്, നിലനിൽക്കുന്നൊരു സമയം കൂടിയാണിത്. സ്വാഭാവികമായും ഈ ഒരു വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് MK മുനീറിൻ്റെ വിഭാഗം, ഷാജി അടങ്ങുന്ന വിഭാഗം കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിനെതിരെ ഉള്ള ഒരു നീക്കം നടത്തുന്നത് ഒരുപക്ഷെ ഇത് വെച്ചുകൊണ്ടായിരിക്കും. പക്ഷേ കൃത്യമായി തന്നെ ഒരു എങ്ങനെയാണ് ഈ ചർച്ചയുടെ വിശദാംശങ്ങളും എന്താണ് എവിടെ വെച്ച് എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരാത്ത സാഹചര്യത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ അങ്ങനെ അത് ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ പോലെ തന്നെ പുറത്തു വരുമ്പോൾ അത് ലീഗിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, തീർച്ചയായും ഏതായാലും അതാണ് മലബാർ രാഷ്ട്രീയം, ഒപ്പം തലസ്ഥാനത്തെ രാഷ്ട്രീയം, കൊച്ചി ബ്രഹ്മപുരം, സംസ്ഥാനത്തെ ഒരു പൊതു വാർത്താ ചിത്രം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. നമുക്കിനിയും മറ്റ് ഒരുപാട് വാർത്തകൾ ബാക്കിയുണ്ട്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രലിന് മുന്നിൽ നിന്നാണ് ഇത് പ്രഭാത കേരളം ആരംഭിച്ചത്.
ഇവിടെ നിന്ന് ഇന്ന് പ്രഭാത കേരളം നടത്താൻ വളരെ വലിയ ഒരു പ്രത്യേകതയുണ്ട്. 150-ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുകയാണ് സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ. ഈ പള്ളിയുടെ വിശേഷങ്ങൾ, അതിന്റെ ചരിത്രം, അതിന്റെ പ്രാർത്ഥനാ രീതികളൊക്കെ നമ്മളോട് പറയാൻ പ്രമുഖർ നമ്മളോടൊപ്പം ചേരും അല്പസമയത്തിനകം. അതിന് മുൻപ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക്. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിന് മുന്നിൽ നിന്ന് പ്രഭാത കേരളം തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 150 വയസ്സ് പൂർത്തിയാകുന്ന ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ആരാധനാലയത്തിന് മുൻപിലാണ് ഞങ്ങൾ ഉള്ളത്. നമ്മളോടൊപ്പം ഈ പള്ളിയുടെ ചരിത്രവും ആരാധനാക്രമവും കുർബാനയുടെ ക്രമവും ഒക്കെ പറയാനും ഇത് നേരത്തെ പറഞ്ഞതുപോലെ 150-ാം വാർഷിക ആഘോഷം എത്രത്തോളം വിപുലമായാണ് ആഘോഷിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പറയാൻ. അതെ, അത് നമുക്ക് ഈ ഗോഥിക് വാസ്തുവിദ്യ, യൂറോപ്യൻ ഗോഥിക് വാസ്തുവിദ്യയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതൊക്കെ പ്രേക്ഷകർക്ക് അറിയാനുള്ളൊരു കൗതുകമുണ്ടായി. നമ്മളോടൊപ്പം ശ്രീ ഷെയ്ൻ, അദ്ദേഹം ഇടവക കൗൺസിൽ അംഗമാണ്. ഒപ്പം ഇടവകയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും ചേരുന്നുണ്ട്. ഷെയ്ൻ നേരത്തെ ചോദിച്ചതുപോലെ ഇത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ്. നമുക്ക് ഈ പാളയത്ത് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരിക്കലും ഈ പള്ളി കാണാതെ ആളുകൾക്ക് മടങ്ങാനാവില്ല. കണ്ട് ഈ മുകളിലുള്ള യേശു ക്രിസ്തുവിൻ്റെ മനോഹര രൂപമൊക്കെ കണ്ട് ആരാധനയോടെ മടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. എന്താണ് ഈ പള്ളിയുടെ ചരിത്രപരമായൊരു പ്രാധാന്യം? ഈ പള്ളി 1873 മുൻപ് ഇവിടെ ഒരു ഓലപ്പിരയായിരുന്നു. അത് ഉണ്ടായിരുന്നു എന്ന് രേഖകൾ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പുറത്ത് നമുക്ക് ബോർഡിൽ കാണാൻ പറ്റും. നമുക്ക് 1873 ഇതൊരു ചെറിയ സ്ട്രക്ചർ ആയിരുന്നു. ആ ചെറിയ സ്ട്രക്ചർ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഔസേപിതാവിൻ്റെ സ്റ്റാച്ചു ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഗോത്തിക് സ്റ്റൈലിലാണ് നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന പാളയം പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുശേഷം 1873 ശേഷം യൂറോപ്പിൽ നിന്നും ബെൽജിയത്തിൽ നിന്ന് നമുക്ക് 3 മണികൾ, അതായത് സേവിയർ, ഫ്രാൻസിസ്, അലൂഷ്യസ് എന്ന 3 പേരിൽ നമ്മുടെ ഈ പള്ളിയിലെ മുകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും 3 മണികളാണ് നമുക്കിവിടെ ഉള്ളത്. അത് നമുക്ക് ബെൽജിയത്തിൽ നിന്ന് ഒരു വനിത അന്ന് കൊടുത്തതാണ്. അതിനുശേഷം നമ്മൾ ഈ മണിമാളിക രൂപീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് ആകാശ ഡ്രോൺ വ്യൂ ഒക്കെ നോക്കുവാണെങ്കിൽ ഈ പള്ളിയുടെ ആകൃതി നമുക്കൊരു കുരിശാകൃതിയിൽ കാണാനായിട്ട് പറ്റും. ഈ കുരിശാകൃതിയിൽ കാണുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇത് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോഴത്തേക്കും അങ്ങനെ ചെയ്തെടുത്തതാണ്. ആദ്യം ഇതൊരു ചെറിയൊരു വൺ വേ സ്ട്രക്ചർ ആയിരുന്നു. പിന്നെ അതിനുശേഷം 1873 ശേഷം ഒരു ഔസേപിതാവിൻ്റെ വലിയ, ഇന്ന് അൽത്താരയിൽ കാണുന്ന ഔസേപിതാവിൻ്റെ വലിയ സ്റ്റാച്ചു കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ ഒരു ചെറിയ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അതിന്ന് കൊല്ലത്തെ ഒരു ഇടവകയിൽ അന്ന് കൊടുക്കുകയുണ്ടായി. അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുണ്യഭൂമിയാണ്. ഏകദേശം 2 വിശുദ്ധരുടെ പാദസ്പർശം, വിശുദ്ധയായ നമ്മുടെ മദർ തെരേസ, അതേപോലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഇവരെല്ലാവരും പാദസ്പർശം ഏറ്റ ഒരു പുണ്യഭൂമിയാണിത്. അനന്തപുരിക്ക് കാണുമ്പോൾ ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ഭാഗമാണ്. അതെ, ഗണപതി ക്ഷേത്രമുണ്ട്. നമ്മൾ ഇതിനെ ഈ മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയ കാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഈ ആഘോഷ പരിപാടികളിലൊക്കെ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യവും പങ്കാളിത്തമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതായത് 20-ാം തീയതി, അതായത് നാളെ വൈകുന്നേരം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് നമ്മുടെ ഈ 150-ാം വർഷത്തിന്റെ ഭാഗമായിട്ടുള്ള ലോഗോ വൈകുന്നേരത്തെ ദിവ്യബലി 5 മണിക്കാണ് ദിവ്യബലി. അതിനുശേഷം പ്രകാശനം ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ഡിസംബർ 4 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പള്ളിയുടെ മെയിനായിട്ട് പള്ളി ഉദ്ഘാടനം ചെയ്തത് മെയ് 4, 1873 അപ്പം മെയ് 4-ാം തീയതി ഇവിടെ പ്രത്യേക പരിപാടികളും ദിവ്യബലിയൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പൊതുസമ്മേളനമൊക്കെ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ഇടവക മധ്യസ്ഥൻ്റെ തിരുനാളാണ്. മാർച്ച് 19 വിശുദ്ധ ഔസേപിതാവിൻ്റെ തിരുനാളാണ്. അപ്പോൾ ഈ തിരുനാളിൻ്റെ ഭാഗമായിട്ട് ആണ് ഇവിടെ കൊടിയേറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നു. നമുക്ക് അതായത് തിങ്കൾ മുതൽ ശനി വരെ നമുക്ക് രാവിലെ 6 മണിക്ക് ഒരു ദിവ്യബലിയുണ്ട്, വൈകുന്നേരം 5:30 ഒരു ദിവ്യബലിയുണ്ട്. അതിനുശേഷം ഞായറാഴ്ചകളിലാണെങ്കിൽ രാവിലെ 5:45 തുടങ്ങും. അത് ഏകദേശം ഒരു 10 മണി വരെ അങ്ങ് തുടർച്ചയായിട്ടുള്ള ദിവ്യബലിയാണ്. അതായത് 5:45, 7, 8:45, പിന്നെ 10 മണി. 10 മണിക്ക് നമ്മുടെ ഇവിടെയുള്ള പിള്ളേർ, കൊച്ചുകുട്ടികളുണ്ട്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദിവ്യബലി ഈ പള്ളിക്കകത്തുണ്ട്. അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ദിവ്യബലിയാണ്. ബാക്കിൽ മതബോധന. അതെ, ഏകദേശം ഇവിടുത്തെ കുടുംബസംഖ്യ എന്ന് പറയുന്നത് 1600ഓളം വരും. 1600ഓളം കുടുംബസംഖ്യയാണുള്ളത്. പിന്നെ ജനസംഖ്യ വരുമ്പോൾ അതിനെ കാട്ടി ഇരട്ടിക്കും. കാരണം ഒരു കുടുംബത്തിൽ 5ഉം 6ഉം പേര് വെച്ചൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട്. നമുക്ക് വലിയ സന്തോഷമുണ്ട് ഈ പലരുടെ മുന്നിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ പറയുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ. ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? സംശയമൊന്നുമില്ല. ഈ പള്ളിയുടെ ഒരു മാതൃദേവാലയം എന്ന് പറയുന്നത് പട്ടം അല്ല, അതായത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വന്നതിന് ശേഷമാണ് ഇത് സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയമായിട്ട് അറിയാൻ തുടങ്ങിയത്. അതുവരെ സെന്റ് ജോസഫ് ദേവാലയം മാത്രമായിരുന്നു. ഓറ മലബാറിക്ക എന്ന് പറഞ്ഞിട്ടൊരു അപ്പോസ്തലിക് ബുള്ളുണ്ട്.
അത് വന്നതിന് ശേഷം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വിഭജിക്കുകയും അതിരൂപതയ്ക്ക് ഒരു കത്തീഡ്രൽ ദേവാലയം ഉണ്ടാകണം. അതിന്റെ ഭാഗമായിട്ട് അനന്തപുരിയുടെ തലസ്ഥാനത്ത് തലയുയർത്തി നിൽക്കുന്ന, നമുക്ക് മുകളിൽ കാണാൻ പറ്റും, യേശുദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന രീതിയിൽ 2 കൈയും ഉയർത്തി നിൽക്കുന്ന, അപ്പോൾ ആ ഒരു ദേവാലയം കത്തീഡ്രൽ ദേവാലയമായിട്ട് സ്വീകരിക്കുകയും ഇതിനെ പറയുന്നത് തന്നെ ആർച്ച് ബിഷപ്പിന്റെ ഇടവക ദേവാലയം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പിതാവിന്റെ ഇടവക ദേവാലയമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൗഢി ഈ പള്ളിക്കുണ്ട് പണ്ട് മുതലുള്ള. ആകർഷണം എന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രക്ചർ തന്നെയാണ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഗോത്തിക് രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്, യൂറോപ്യൻ ഗോത്തിക് രീതിയിൽ. ഇത് ഏതൊരു വിഷ്വൽ ഡോക്യുമെന്റ് എടുത്താലും ഈ പാളയം പള്ളിയും അതിന് മുകളിലായി ഇങ്ങനെ പൂർണ്ണകായ പ്രതിമ, യേശുവിന്റെ ആ ഒരു പ്രതിമ കാണിക്കാതെ പോവുകയില്ല. ഒരുപാട് സ്ട്രക്ചറൽ മാറ്റങ്ങൾ ഇതിനോടകം വരുത്തിയിട്ടില്ലേ? ഓലപ്പുരയിൽ നിന്ന് തുടങ്ങിയതാണ് എന്ന് പറഞ്ഞു ഈ ഒരു ആരാധനയായിരുന്നു. പിന്നെ അതിനുശേഷം 1873 ഇതിന്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ, അതായത് നമുക്ക് കാണാൻ പറ്റും, കയറി ചെല്ലുന്ന കവാടത്തിന്റെ അത്ര ഒരു ഹൈറ്റിലായിരുന്നു ആദ്യത്തേത്. പിന്നെ വന്ന് അത് ഒരു 2 കുരിശാകൃതിയിലേക്ക് മാറ്റി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബെൽജിയത്തിൽ നിന്ന് മണി വന്നപ്പോഴത്തേക്കും മണിഗോപുരം ചെയ്തു. മണിഗോപുരമായിരുന്നു ഈ ടവറിന്റെ ആദ്യത്തെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. മണിഗോപുരം വന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു. ആദ്യം മണി ഇല്ലായിരുന്നു, പിന്നെ മണിഗോപുരം നിർമ്മിച്ചു. പിന്നെ അറിയാലോ നമുക്ക്, ടെറാക്കോട്ട പെയിന്റ് ആയിരുന്നു പണ്ട് നമ്മുടെ ഈ, അതായത് പണ്ട് ഉള്ള പോർച്ചുഗീസ് അവർ വന്ന് ചെയ്ത എല്ലാത്തിനും ഒരു സ്ട്രക്ചർ പെയിന്റ് ഉണ്ടാവും. അപ്പൊ അതായിരുന്നു ആദ്യം. പിന്നെ അതിനുശേഷം 2010 പള്ളി പൂർണ്ണമായിട്ട് പുനരുദ്ധരിച്ച് ചെയ്തു. അതായത് റെഡ് കളറിൽ നിന്ന് വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ആയത്. അപ്പൊ ഇപ്പോഴും മുതിർന്നവര്, എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ പണ്ട് ഇടയ്ക്കും ആഗ്രഹം ഇതൊന്ന് ടെറാക്കോട്ട പെയിന്റ് ആയിരുന്നെങ്കിൽ ആ ഒരു പണ്ടത്തെ ആ ഒരു കുളിർമ കിട്ടിയാൽ എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പഴയ രീതിയിലേക്ക് മാറണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പം ഷെയ്ൻ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഈ മുകളിൽ കൈ ഉയർത്തുന്ന എല്ലാവരും അനുഗ്രഹിക്കുന്ന തിരുസ്വരൂപമാണ് ഏറ്റവും വലിയ പ്രത്യേകത. തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നും നേരത്തെ പറഞ്ഞ പോലെ മതസൗഹാർദ്ദം. ഈ പാളയം എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങൾ. എനിക്കൊന്ന് ഈ എല്ലാ മതവിഭാഗങ്ങളിലുള്ള ആളുകളും ഈ ഇതുമായി ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും പല പരിപാടികളിലും അല്ലേ. അതായത് കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് സംഭാരമൊക്കെ കൊടുക്കുകയുണ്ടായി. അതുപോലെ മതസൗഹാർദ്ദത്തിന്റെ അവിടെ ഈദ് ഉൽ ഫിത്തറൊക്കെ നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കും. അപ്പൊ ഇതൊരു മതസൗഹാർദ്ദം വിളങ്ങി നിൽക്കുന്ന ഒരു സംഗമ തീരമാണ്. അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുക. തീരത്തിലൊക്കെ ഇതൊക്കെ നമുക്കൊരു മാതൃകയാകണം, കേരളത്തിന് മുഴുവൻ ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാകണം. നേരത്തെ പറഞ്ഞ പോലെ പൊങ്കാല ദിവസം ഇവിടെ നിന്ന് ഭക്തർക്ക് വെള്ളം കൊടുക്കും. ഇനിയുള്ള ആഘോഷ പരിപാടികളിലൊക്കെ എല്ലാ മതവിഭാഗങ്ങളിലുള്ളവർ പങ്കെടുക്കും. നന്ദി ഷെയ്നൊപ്പം മറ്റ് ഇടവകങ്ങൾക്കും. എന്തായാലും വിശദമായി തന്നെ ഞങ്ങളോട് ഈ വിഷയങ്ങൾ സംസാരിച്ചതിനും ചർച്ച ചെയ്തതിനും ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിർത്തുന്ന ഇത് ചെയ്യാനുള്ള അവസരം തന്നതിന് ന്യൂസ് 18ന്റെ പ്രത്യേക നന്ദി ഷെയ്ൻ അടക്കം രേഖപ്പെടുന്നു. നമുക്കിനി പത്രവിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പത്രവിശേഷങ്ങളുമായി ചേരുന്നത് രഞ്ജിനിയാണ്. രഞ്ജിനി അവിടെ ചേരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിനി, വെരി ഗുഡ് മോർണിംഗ്. പത്രങ്ങളിൽ ഇന്ന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരിക്കുന്നത്? പ്രധാന തലക്കെട്ടുകൾ, എക്സ്ക്ലൂസീവ് സ്റ്റോറികളുണ്ടോ? എന്തൊക്കെയാണ് പത്രങ്ങളിലെ വിശേഷങ്ങൾ? ആര്യ രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. പത്രങ്ങളിൽ നിരവധി വാർത്തകൾ അവരെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഫ്രണ്ട് പേജിൽ അടക്കം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനത്തോടെ എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് CPMന്റെ ജനകീയ പ്രതിരോധ ജാഥ പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട വാർത്ത എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം കൊച്ചി കോർപ്പറേഷന് കഴിഞ്ഞ ദിവസം ദേശീയ ഹരിത ട്രിബ്യൂണൽ 100 കോടിയാണ് പിഴയിട്ടതും. അതും വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറ്റ് നിരവധി വാർത്തകളുണ്ട്. അതിലേക്കെല്ലാം വിശദമായി എത്താം. പത്രമേറ്റി പത്രമേറ്റീൻ ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് CPMന്റെ ജനകീയ പ്രതിരോധ ജാഥ സമാപിച്ചത്. 26 ദിവസം പിന്നിട്ട ജാഥ ഇന്നലെ പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുകയായിരുന്നു. 140 മണ്ഡലങ്ങളിലൂടെയും പര്യടനം നടത്തി ജാഥ ഇന്നലെ സമാപിച്ചു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ജാഥ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തായാലും കേരളത്തെ എല്ലാ മേഖലകളിലും കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിന് മറുപടി പറയാനാണ് താൻ ഇവിടെ എത്തിയത്. പക്ഷേ തന്റെ ജോലി രാഷ്ട്രപതി ദ്രൗപദി മുർമു അത് വളരെ വേഗത്തിൽ എളുപ്പമാക്കി തന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രാഷ്ട്രപതി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്നു. രാഷ്ട്രപതി കേരളത്തെക്കുറിച്ച് പറഞ്ഞത്, എല്ലാ മേഖലകളിലും കേരളം നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്, അത് കേരളത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ് സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസത്തെ ഈ ജാഥാവേദിയിൽ പങ്കുവെച്ച ഒരു കാര്യം. അത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമുള്ള ഒരു മറുപടിയാണ്. ആ മറുപടിയാണ് അവർ ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത്. രാഷ്ട്രപതി തന്നെ പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആ ജാഥയിലെ സമാപന സമ്മേളനത്തിന് തൊട്ട്
മുന്നോടിയായി എടുത്ത ഒരു ചിത്രമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനോരമ ആ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്തിരിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം ജാഥയിൽ സ്ഥിരാംഗങ്ങളായവർ മാനേജറായ PK ബിജു ഉണ്ടായിരുന്നു, KT ജലീൽ, CS സുജാത, M സ്വരാജ്, ജയ്ക്ക് ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോ. കടകംപള്ളി സുരേന്ദ്രനുണ്ട്, B ശിവൻകുട്ടിയുണ്ട്, ഒപ്പം തന്നെ V ജോയി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയി ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ വാർത്ത മനോരമ കൈകാര്യം ചെയ്തിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മനോരമയിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ 100 കോടി രൂപയാണ് ഈ ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷന് പിഴ ചുമത്തിയിരിക്കുന്നത്. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മനോരമ ഫ്രണ്ട് പേജിൽ തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. കൊച്ചിയെ പുകച്ചതിന് പിഴ എന്ന് പറഞ്ഞ തലക്കെട്ടോടുകൂടിയാണ്. എന്തായാലും ഈ തുക ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ചീഫ് സെക്രട്ടറിക്ക് കൈമാറണമെന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 100 കോടി രൂപ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കൊച്ചി ജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ ദുരിതം അനുഭവിച്ചവർക്ക്, ആശുപത്രികളിലൊക്കെ പോയി ചികിത്സ തേടിയവർക്ക്, കൊച്ചിയിലെ ഇത്തരത്തിലുള്ള ഈ ദുരിതം അനുഭവിച്ചവർക്കും അവിടുത്തെ മറ്റു പ്രവർത്തനങ്ങൾക്കുമായി ഈ 100 കോടി രൂപ ചിലവഴിക്കണമെന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർക്കെതിരെ 2 മാസത്തിനുള്ളിൽ നടപടിയെടുക്കണം, കടുത്ത നടപടിയുമായി ഹരിത ട്രിബ്യൂണൽ എന്ന ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി മനോരമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തദ്ദേശ മന്ത്രി MP രാജേഷിന്റെ അടക്കം പ്രതികരണമുണ്ടായി. അദ്ദേഹം പറഞ്ഞു പഠിച്ച ശേഷം ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ കൊച്ചി മേയർ ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ വളരെ വേഗത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ദേശീയ ഹരിത ട്രിബ്യൂണൽ 100 കോടി രൂപ പിഴ ചുമത്തിയത് കൊച്ചി കോർപ്പറേഷന്റെ വാദം കേൾക്കാതെയാണ് NGTയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കൊച്ചി മേയർ അനിൽകുമാർ ഇന്നലെ വ്യക്തമാക്കിയത്. അതും ഈ ഒരു സൈഡ് കോളം വാർത്തയായി തന്നെ മനോരമ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് മാർ ജോസഫ് ഫൗവത്തിൽ അന്തരിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. സിറോ മലബാർ സഭയിലെ സീനിയർ ബിഷപ്പും ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് ഫൗവത്തിൽ കഴിഞ്ഞ ദിവസം വിടവാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രം ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മനോരമ ഫ്രണ്ട് പേജിൽ ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഖബറടക്കം 22-ന് ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിലാണ് നടക്കുന്നത്. ഒരാഴ്ചത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിരൂപതയുടെ കീഴിലുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് 22-ാം തീയതി അവധിയായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൊതുപരീക്ഷകളടക്കം നടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പൊതുപരീക്ഷകൾ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായില്ല. ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർ പൗവലത്തിന്റെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ട് മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വിവിധ മാർപ്പാപ്പമാർക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം, ആ ജീവിതം എങ്ങനെയാണോ അദ്ദേഹം ജീവിച്ചു ചേർത്തത്, എന്തൊക്കെ പാഠങ്ങളാണോ സമൂഹത്തിന് അദ്ദേഹം പകർന്നു നൽകിയത്, ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനവും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് സത്യത്തിനായി നിലകൊണ്ട പ്രവാചകൻ എന്നാണ് സിറോ മലബാർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർ ആലഞ്ചേരി അദ്ദേഹത്തെ പറഞ്ഞു വെച്ചത്. ആലഞ്ചേരി അദ്ദേഹത്തെ അനുശോചിക്കുന്ന ഒരു കുറിപ്പ്, ഒപ്പം തന്നെ KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബസേലിയസ് ക്ലിമിസ് കാത്തോലിക്ക ബാബ അദ്ദേഹത്തെ അനുശോചിക്കുന്ന ഒരു കുറിപ്പുണ്ട്. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കേരള ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് ആണ്. അദ്ദേഹവും ഈ മാർ ജോസ് പൗവത്തിലിനെ അനുശോചിക്കുന്ന കുറിപ്പുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനോരമ ആ ഒരു വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ISN ഫൈനൽ നടന്ന ATK മോഹൻ ബഗാനാണ് കിരീടം ചൂടിയത്. ATK മോഹൻ ബഗാൻ കിരീടം ചൂടുന്ന ചിത്രം ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനോരമ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ISL കിരീടം ATK മോഹൻ ബഗാൻ ചൂടിയിരിക്കുന്നു. ബംഗളൂരു FCയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നിരിക്കുന്നു. 4-3-നാണ് മോഹൻ ബഗാന്റെ വിജയം. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ സ്പോർട്സ് പേജിൽ മനോരമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രപതി കുറച്ച് ദിവസങ്ങളായി 2-3 ദിവസമായി കേരളത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി കന്യാകുമാരി സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ രാഷ്ട്രപതി ഉച്ചയോടുകൂടി ലക്ഷദ്വീപിലേക്ക് പോവുകയായിരുന്നു. രാഷ്ട്രപതിയെ യാത്രയാക്കാൻ മുഖ്യമന്ത്രി, ഗവർണർ അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. എന്തായാലും ലക്ഷദ്വീപിലേക്ക് പോയ രാഷ്ട്രപതി 21-ന് തിരിച്ച് കൊച്ചിയിലെത്തുകയും അതിനുശേഷം ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇതിപ്പോൾ സ്വാമി വിവേകാനന്ദ സ്മാരകം സന്ദർശിക്കാത്ത രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ബോട്ടിലേക്ക് സ്വീകരിക്കുന്ന തമിഴ്നാട് ഗവർണർ RN രവിയുടെ ചിത്രം, അവർ രണ്ടുമുള്ള ഒരു ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വാർത്ത മനോരമ പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ EMS, കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി EMS വിടവാങ്ങിയിട്ട് 25 വർഷം ആയിരിക്കുകയാണ്. മനോരമ സൺഡേ സപ്ലിമെന്റ് പേജിൽ വളരെ പ്രാധാന്യത്തോടെ ആ മുഴുവൻ പേജിലും ആ ഒരു വാർത്ത, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മനോരമ മാത്രമല്ല, എല്ലാ ദിനപത്രങ്ങളും
അത്രത്തോളം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ആ 25 വർഷം വലിയൊരു വിടവാങ്ങലാണ്, വലിയൊരു നഷ്ടമാണ് കേരളത്തെ സംഭവിച്ച് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ പത്രങ്ങളും അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് മുഖമാണ് EMS വിടവാങ്ങിയിട്ട് 25 വർഷമാകുന്നു. അധികാരം, സ്വത്ത്, വീട്, കുടുംബം എന്നിവയ്ക്കെല്ലാം EMS നമ്പൂതിരിപ്പാട് സൈദ്ധാന്തിക കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു ലേഖനം മനോരമയുടെ ആർക്കൈവ്സിലുള്ള ഒരു അദ്ദേഹത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിലും സ്വാഭാവികമായും തുടക്കത്തിൽ സൂചിപ്പിച്ച ജനകീയ പ്രതിരോധ ജാഥ തന്നെയാണ്. ആ ചിത്രം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് മാതൃഭൂമിയും ആ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം വളരെയധികം ചർച്ചയായ ഒരു വിഷയമാണ് ലീഗിന്റെ തലപ്പത്ത് ആര് വരും എന്നുള്ളത്. ജനറൽ സെക്രട്ടറിയായി PMA സലാമിന് 2ാം ഊഴം എന്നുള്ളതാണ്. എന്തായാലും ഈ KM ഷാജി, MK മുനീറിനെയൊക്കെ മുൻനിർത്തി ചില നേതാക്കൾ അത്തരത്തിലുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഈ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ച സൂചന MK മുനീർ ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന സൂചന. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മികച്ച പിന്തുണയോടുകൂടി തന്നെ PMA സലാമിന് 2ാം ഊഴം ലഭിച്ചിരിക്കുന്നു. PMA സലാം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു എന്ന വാർത്തയും എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമിയിലുള്ള ഒരു ലേഖനമാണ്. മറ്റൊന്ന്, ഈ കർണാടകയിൽ കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി അതിവേഗ പാത ഉദ്ഘാടനം ചെയ്ത് 118 കിലോമീറ്ററുള്ള അതിവേഗ പാത കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞ ആഴ്ചയാണ് നരേന്ദ്രമോദി അവിടെ എത്തുകയും അത് ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുക്കുകയും ചെയ്തത്. അതൊക്കെ വളരെ പ്രാധാന്യത്തോടെ അന്ന് ദേശീയ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതാണ്. മംഗളൂരു മൈസൂരു സഞ്ചാരം വളരെ വേഗത്തിലാകും, യാത്രാ ദൈർഘ്യം കുറയുമെന്നടക്കം പറഞ്ഞു വെച്ചതാണ്. കഴിഞ്ഞ ദിവസം പക്ഷേ സംഭവിച്ചത് പല ഭാഗങ്ങളും, ഈ ദേശീയപാതയുടെ പല ഭാഗങ്ങളും താഴ്ന്ന പ്രദേശത്താണുള്ളത്. അതുകൊണ്ട് തന്നെ മഴ പെയ്തപ്പോൾ വളരെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഉയരുകയും ഗതാഗതം മണിക്കൂറുകളോളം സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഒപ്പം തന്നെ ഇങ്ങനെ ഈ വെള്ളത്തിലടക്കം ഈ വാഹനങ്ങൾ ചെന്ന് നിൽക്കുന്നു, പുറകിൽ വരുന്ന വാഹനങ്ങൾ മറ്റു വാഹനങ്ങളെ കൂട്ടിയിടിക്കുന്ന അടക്കമുള്ള ഒരു ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും കർണാടകയിൽ ഇലക്ഷൻ വരികയാണ്. അതിന് തൊട്ടു മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുകയും ആ ദേശീയപാത തുറന്നു കൊടുക്കുകയും ചെയ്തത്. അന്നത് വലിയ BJPയുടെ വലിയ നേട്ടമായൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് അതിനെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊരു രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസ് ഉപയോഗിക്കുന്ന സാഹചര്യമാണുള്ളത്. സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. വേണ്ടത്ര കരുതലില്ലാതെയാണ് ഇത്തരത്തിലുള്ള പാത തുറന്നു കൊടുക്കുകയും പാത നിർമ്മിച്ചതുമെന്നാണ് കോൺഗ്രസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു വാർത്ത വരികയാണ്. വീട്ടമ്മമാർക്ക് ഉടൻ പെൻഷൻ നൽകണമെന്ന MV ഗോവിന്ദന്റെ ഒരു പ്രസ്താവനയാണ്. കഴിഞ്ഞ ദിവസം CPM ജനകീയ പ്രതിരോധ ജാഥയുടെ സമാപന വേദിയിലിരുന്നു കൊണ്ട് ധനമന്ത്രി KN ബാലഗോപാലിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകണമെന്ന് ധനമന്ത്രി KN ബാലഗോപാലിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു വെച്ചിരിക്കുന്നു. ജനകീയ പ്രതിരോധ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ വെച്ചായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്ത മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സച്ചിൻ ദേവ് KK രമ പോരാട്ടമാണ്. ഈ KK രമ സച്ചിൻ ദേവിനെതിരെ പരാതി നൽകിയ സാഹചര്യം അടക്കമുണ്ട്. സ്പീക്കർക്കും സൈബർ സെല്ലിനും ഒക്കെ പരാതി നൽകിയിരുന്നു. തന്റെ ഈ നിയമസഭാ മന്ദിരത്തിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് തന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു, ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പക്ഷേ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് അത് വ്യാജമാണ്, അത്തരത്തിൽ തന്നെ അപമാനിക്കുന്ന രീതിയിൽ സച്ചിൻ ദേവിന്റെ ഭാഗത്തു നിന്നും പരാമർശമുണ്ടായി എന്നാണ് കഴിഞ്ഞ ദിവസം KK രമ പറഞ്ഞു വെച്ചത്. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആ വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടെ നൽകിയത്. എന്തായാലും അപവാദ പ്രചാരണം തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്നു, അതിനെതിരെ നടപടി വേണമെന്നാണ് KK രമ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് കേരള കൗമുദിയിലെ ഉൾപേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ശബരിമല വിമാനത്താവളം 3 വർഷത്തിനകം, കേന്ദ്രാനുമതി വൈകാതിരുന്നാൽ ശബരിമല വിമാനത്താവളം 3 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് കേരള കൗമുദി പറഞ്ഞു വെക്കുന്നത്. നേരത്തെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അടക്കം അനുമതി ലഭിച്ചിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് ലഭിക്കാനുള്ളത് മണ്ണ്, പാരിസ്ഥിതിക, വ്യോമയാന, സാങ്കേതിക അനുമതികൾ കൂടി കിട്ടാനുണ്ട്. ആ അനുമതികൾ കൂടി കിട്ടുകയാണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാകും. 2250 കോടി രൂപയാണ് ഇതിന്റെ ചിലവായി പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ അതിന്റെ പ്രത്യേകതകൾ കൂടി വളരെ പ്രാധാന്യത്തോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണിയില്ല, 2 ദേശീയപാതകളും 5 സംസ്ഥാന പാതകളും കടന്നു പോകുന്നുണ്ട്. ശബരിമലയിലേക്ക് 48 കിലോമീറ്റർ ദൂരമുണ്ട്. കോട്ടയത്ത് നിന്ന് 40 കിലോമീറ്റർ ദൂരവുമാണ് വിമാനത്താവളത്തിലേക്കുള്ളത്. തീർത്ഥാടകരിൽ 25% ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ലാഭകരമായി തന്നെ വിമാനത്താവളം മുന്നോട്ട് പോകും എന്ന ഒരു കാര്യം കൂടി പങ്കുവെക്കുന്നുണ്ട്. ഇതിൽ ഒരു സാങ്കേതിക തടസ്സമായി ഏവിയേഷൻ മന്ത്രാലയം ഉയർത്തിക്കാട്ടുന്നത് 88 കിലോമീറ്ററാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഈ ശബരിമല വിമാനത്താവളത്തിലേക്കുള്ള ദൂരം വരിക. ഒപ്പം 120 കിലോമീറ്റർ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക്, 200 കിലോമീറ്റർ മധുര വിമാനത്താവളത്തിലേക്കുമുള്ള ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽ നൽകുമ്പോൾ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടാകും. അത്
ഈ സിഗ്നലുകൾ കൂട്ടിക്കലരുമെന്ന ഒരു ആശങ്ക വ്യോമയാന മന്ത്രാലയം വ്യോമയാന ഡയറക്ടർ ഇത്തരത്തിലൊരു ആശങ്ക പങ്കുവച്ചു. അതിന് സംസ്ഥാനം മറുപടി നൽകിയിട്ടുണ്ട്. ചില നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ കഴിയുമെന്നാണ് ഇവിടെ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര അനുമതി ലഭിക്കുകയാണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. CPM-നെ വളരെയധികം വിവാദമായ ഒരു വാർത്തയാണ്. EP ജയരാജനുമായി ബന്ധപ്പെട്ട് ജയരാജ യുദ്ധമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായതെല്ലാം. ആ വാർത്തയിൽ വിജിലൻസ് അന്വേഷണം വൈദേകം റിസോർട്ടിനെതിരായ വിജിലൻസ് അന്വേഷണം തുടരും എന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം തുടരുമെന്നുള്ള ഒരു വാർത്തയാണ്. വിജിലൻസ് അതിനൊരു പ്രത്യേക സംഘം രൂപീകരിക്കുന്നുണ്ട്, വിദഗ്ധ സംഘം രൂപീകരിക്കുന്നുണ്ട്. ഈ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇതിലടക്കം നടപടിയെടുക്കണോ എന്ന കാര്യത്തിൽ വിജിലൻസ് ഒരു തീരുമാനത്തിലെത്തുക. മറ്റൊന്ന് ദേശാഭിമാനി. സ്വാഭാവികമായും പാർട്ടി പത്രമാണ്. കഴിഞ്ഞ ദിവസത്തെ CPM-ന്റെ ജനകീയ പ്രതിരോധ ജാഥ സമാപിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ദേശാഭിമാനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം ജാഥയിലെ സ്ഥിരാംഗങ്ങളായ മറ്റ് 5 പേരും തിരിഞ്ഞു നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം രാഷ്ട്രപതിയുടെ വാക്കുകൾ അത് സംസ്ഥാനത്തിനുള്ള അംഗീകാരമാണ്, പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമുള്ള മറുപടിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഒരു ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ജനകീയ പ്രതിരോധ ജാഥ കേരളത്തിലെങ്ങും ജനമുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത്തരത്തിലൊരു മഹാവേദിയായി ഈ ജനകീയ പ്രതിരോധ ജാഥയുടെ സമാപന സമ്മേളനം മാറിയെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ വാർത്ത അത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ദേശാഭിമാനി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവരുടെ ഉൾപേജിലേക്ക് വരികയാണെങ്കിൽ കൂടിയും ആ വാർത്തയിലേക്ക് തന്നെയാണ് മാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തലക്കെട്ടോടുകൂടി നൽകിയിരിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ അതിദാരിദ്ര്യം തുടച്ചു നിൽക്കും എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് ആ ലേഖനം. ഒപ്പം മറ്റ് ജാഥയിൽ പങ്കെടുക്കാൻ സമാപന സമ്മേളനം കാണാനെത്തിയ ആളുകളുടെ ചിത്രം, കുട്ടികളുടെ ചിത്രം, അങ്ങനെ ഈ ഉള്ള ആളുകളുടെയൊക്കെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായി തന്നെ ഈ പേജ് അവർ ലേഔട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ജനയുഗത്തിന്റെ വാർത്തയിലേക്ക് വരുമ്പോൾ അട്ടപ്പാടി മധുവിന്റെ മരണം കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചിരുന്നു. ഈ മാസം 30-ലേക്ക് കേസ് പരിഗണിക്കാൻ വീണ്ടും മാറ്റുകയായിരുന്നു. അന്ന് ഒരു പക്ഷേ വിധി എന്നുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായേക്കും. അന്ന് വിധി പ്രഖ്യാപന തീയതി പ്രഖ്യാപിച്ചേക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ആ വാർത്തയാണ് ജനയുഗം വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് അരിക്കൊമ്പൻ. ഇടുക്കിയെ സംബന്ധിച്ച് ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുന്ന പ്രശ്നമാണ് അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പല ദിവസങ്ങളിലും അരിക്കൊമ്പൻ ഇങ്ങനെ ജനവാസ മേഖലയിൽ എത്തുന്നു, പല രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് നടത്തുന്നത്. അതിനൊക്കെ ഒരു പരിഹാരമാകുന്നു അരിക്കൊമ്പന് വേണ്ടിയുള്ള കൂട് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. 29-ന് അരിക്കൊമ്പൻ എത്തുമെന്ന വാർത്തയാണ് നൽകുന്നത്. കോടനാട് അഭയാരണ്യത്തിലെ പുതിയ അതിഥി 21-നെത്തും. മൂന്നാറിൽ പിടികൂടുന്ന അരിക്കൊമ്പനെ സ്വീകരിക്കാൻ തടി നിർമ്മിത കൂട് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു എന്നാണ്. സ്വാഭാവികമായും RRT സംഘമൊക്കെ കുറച്ച് ദിവസങ്ങളായി മൂന്നാറുണ്ട്, ഈ മേഖലയിലുണ്ട്. അരിക്കൊമ്പനെ പിടിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആ ഭാഗത്ത് പുരോഗമിക്കുകയാണ്. കൂട് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. അരിക്കൊമ്പൻ 21-നെത്തുമെന്ന വാർത്തയാണ് മലയാള മനോരമ മറ്റൊന്നായി നൽകിയത്. മറ്റൊന്ന് വേനൽ ചൂടാണ്. ചൂട് ഇങ്ങനെ കനത്തു വരികയാണ്. പല ദിവസങ്ങളിലും റെക്കോർഡ് ചൂടാണ് കേരളത്തിന്റെ പല മേഖലകളിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വേനൽ ചൂടിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളെ പ്രത്യേകം കരുതണം. അംഗനവാടിയിലുള്ള കുട്ടികളെ 10 മണിക്കും 3 മണിക്കും ഇടയിലൊന്നും പുറത്തിറക്കാൻ പാടില്ല എന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അധികൃതർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു വേണം ഈ വേനൽ ചൂടിനെ നമ്മൾ നേരിടാൻ എന്നാണ് ഈ ലേഖനം പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും കൈകാര്യം ചെയ്ത മറ്റൊരു വാർത്തയാണ് സ്വർണത്തിന് റെക്കോർഡ് വില എന്നുള്ളത്. 44,240 രൂപയായിരിക്കുകയാണ് പവന്. ഇന്നലെ ഒറ്റയടിക്ക് കൂടിയത് 1,200 രൂപയാണ്. അതിൽ ഇത് 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയാണ്. ഈ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില വരുമ്പോഴത്തേക്കും 1,304 രൂപയുടെ വില വർധനയുണ്ടായി 48,256 രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി കേരള കൗമുദി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പവന്റെ വിലയാണ് 44,240 രൂപ. പക്ഷേ അതിന്റെ പണിക്കൂലി, GST, HUID എല്ലാം കൂടെ ചേർത്ത് ഒരു പവൻ കയ്യിൽ വേണമെങ്കിൽ 47,890 രൂപ കൊടുക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം ഈ പവന്റെ വിലയിൽ സ്വർണം കിട്ടുകയില്ല. അതിൽ കൂടുതൽ പൈസ കൊടുത്താൽ മാത്രമേ ഒരു പവൻ സ്വർണം നമ്മുടെ കയ്യിൽ കിട്ടുകയുള്ളൂ എന്ന വാർത്തയാണ് കേരള കൗമുദി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ദിനപത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്തിരിക്കുന്ന വാർത്തകൾ. ഇനി തിരിച്ച് രഞ്ജിത്തിലേക്കും ആര്യയിലേക്കും പോവുകയാണ്. രഞ്ജിത്ത്, ആര്യ, നിങ്ങൾക്ക് ഇനി അവിടെ നിന്നും തുടരാം. മറ്റു വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കാം. ശരി രഞ്ജിനി, ഏതായാലും വിശദമായി തന്നെ രഞ്ജിനി പത്രവാർത്തകൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. വിശദമായി തന്നെ വാർത്തകൾ പ്രേക്ഷകർക്കായി പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളും നമ്മൾ നോക്കി വന്നു. താങ്ക് യു രഞ്ജിനി. നമുക്കിനി
വളരെ പെട്ടെന്ന് ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം മറ്റ് കൂടുതൽ വാർത്തകളുമായി പ്രേക്ഷകരിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ സമയം 8 മണി പിന്നിട്ട് 8:15 അടുത്തിരിക്കുന്നു. നമ്മൾ നടന്നിപ്പോ ഏതാണ്ട് ഫൈനാൻസ് കോളേജിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. പാളയത്താണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കും പ്രശ്നങ്ങളും ബഹളങ്ങളും ഒന്നുമില്ല. നിരത്തിലും ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നമുക്കിനിയും വാർത്തകളിലേക്കും മറ്റു വിശേഷങ്ങളിലേക്ക് പോകണം. നമ്മുടെ സംസ്ഥാനത്തിന്റെ വനമുത്തശ്ശിയുടെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പത്മശ്രീ ലബ്ധിക്ക് ഒപ്പം തന്നെ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പ്രശംസ നേടിയ സന്തോഷത്തിലാണ് തിരുവനന്തപുരത്തെ പത്മശ്രീ ജേതാവായ പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ. എന്നാൽ ഈ വന്നു ചേർന്ന സൗഭാഗ്യങ്ങളൊന്നും അതിലൊന്നും മതിമറക്കാതെ ഇപ്പോഴും കാടിന്റെയും നാട്ടുവൈദ്യത്തിന്റെയും നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്ക കൂടി ലക്ഷ്മിക്കുട്ടിയമ്മ പങ്കുവെക്കുന്നുണ്ട്. 80ാം പിറന്നാളിലേക്ക് അടുക്കുമ്പോൾ നാട്ടുവൈദ്യത്തിന് ഒരു ഗവേഷണ മ്യൂസിയം എന്ന ആവശ്യമാണ് വനമുത്തശ്ശിക്ക് സർക്കാരിന് മുന്നിൽ വെക്കാനുള്ളത്. കൂനി 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 നിന്നു നടുകുനിയണ പെണ്ണാളെ കണ്ടു 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 നിന്നൻ കണ്ണു കുയണു കണ്ണാളെ ഏറെ നേരമായി കുടയും ചൂടി ഞാൻ വരമ്പു നീളെ നടക്കണ് ഏണി കുത്തിയ മുണ്ടിൻ കോന്തല തട്ടിക്കെട്ടടി പെണ്ണാളെ. കണ്ട ഈ ഇല നുള്ളണം. ഇത് വടക്കോട്ട് തുമ്പ് തിരിഞ്ഞിരിക്കുകയാണ് ഇത്. അതുപോലെ ഇനിയൊരു ചെടിയിൽ നിന്ന് അതുപോലെ വടക്ക് ദിക്കിലേക്ക് ഇരിക്കുന്ന ഇല എടുക്കണം. 6 മരത്തിൽ നിന്ന് 6 എണ്ണം എടുക്കണം. പിന്നെ ഇതിൻ്റെ ഇലയും അതുപോലെ 4-5 എണ്ണം എടുത്ത് അതൊക്കെ നോക്കണ്ട എടുത്താൽ മതി. ചവച്ച് തിന്നു നോക്ക്, നിന്റെ നീർക്കെട്ടും നെഞ്ചുവേനും ഇട പോകും. കല്ലാറിലെ കാട്ടുപാതകൾക്ക് പരിചിതമാണ് ഈ കാലുകൾ. കാട്ടുചെടികൾ കാലിൽ മുത്തമിടുമ്പോൾ അവരെ പേര് ചൊല്ലി വിളിക്കും, ഗുണങ്ങൾ പറയും. അവരെയും കൂട്ടി മൊട്ടമൂട് കുന്നിലെത്തും. ലക്ഷ്മിക്കുട്ടി അമ്മയെന്ന വനമുത്തശ്ശിയുടെ കുടിലിവിടെയാണ്. പത്തില്ലറയ പുത്തരി കണ്ടം ഞാറു നട്ടു നീക്കടി കൂലിയൊരിയരി കൂട്ടി തന്നിടം നിറച്ചു മൊന്തടി പയങ്കഞ്ഞി. ഞാൻ അവിടെയാണ് ജനിച്ച അക്കരെ തറവാട്. ഭയങ്കര ആഡംബരത്തോട് ജീവിച്ചതാ. അപ്പോൾ മൂട്ടുകാണി ഇവിടുത്തെ. അപ്പോൾ പിന്നെ അമ്മമ്മയൊക്കെ വെട്ടിപ്പിടിച്ച് വന്ന് ഇവിടെ കൂടിയായത്. ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ അന്ന് അങ്ങനെ ഇവർ ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി കൊട്ടാരത്തിലൊക്കെ ചെന്ന് പറഞ്ഞ് അങ്ങനെ സ്കൂൾ ഉണ്ടാക്കാനുള്ള അനുമതിയൊക്കെ കിട്ടി വാങ്ങിച്ച് നിലത്താണ് എഴുതി പഠിച്ചത്. കുതിരച്ചാണകവും മൂത്രമൊക്കെ വാരി മാറ്റി കഴുകി ആറ്റുവെള്ളം ഒക്കെ കൊണ്ട് കഴുകി മണൽ വിരിച്ചിട്ടാണ് ആദ്യം ഹരിശ്രീ കുറിച്ചത്. 2ാം ക്ലാസ്സിലായപ്പം സർക്കാർ ഏറ്റെടുത്ത്. പിന്നീട് അധ്യാപകർ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട് തീർക്കണതിനും വരെ നമുക്ക് പറഞ്ഞു തരാം. 8ാം ക്ലാസ്സിൽ തോറ്റ്. എൻ്റെ ഒത്തിരി പേരെ മാർക്ക് പറഞ്ഞപ്പോൾ തോറ്റ്. ആറ്റ് ഏറ്റെടുക്കും. വയണത്തിലല്ലേ വലിയൊരു അതിലെ പോണെങ്കിൽ നമ്മൾ വിഷചികിത്സയ്ക്ക് എൻ്റെ അമ്മാച്ചൻ ചെയ്യും, അണ്ണനും ചെയ്യുമായിരുന്നു. വിഷാരിയാണ്. മൂപ്പിലെൻ്റെ സ്വഭാവം അമ്മയുടെ നേരെ ഇളയ സഹോദരൻ വില്യാങ്കാണി എന്ന് പറയും. മർമാണിയാണ്. കളരിപ്പയറ്റ് അറിയാം. കൈയൊടിഞ്ഞാലും കാലൊടിച്ചാലും മൂപ്പിലെ തടവി ഇട്ടോളും. അതൊക്കെ അറിയാം. പക്ഷേ പെണ്ണുങ്ങൾക്ക് പഠിച്ചുകൂടാ. പെണ്ണുങ്ങൾ വിദ്യ പഠിച്ചാൽ അങ്ങ് പോയി ലോകം തീർന്നു. എങ്കിലും നീ ആരാവണമെന്ന് തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ആരും പഠിപ്പിക്കണ്ട, അതേ ഉള്ളൂ മാർക്കം. അങ്ങനെ ഇവിടെ വരുന്നവർക്കൊക്കെ എങ്ങനെ പഠിച്ചു ഇന്നും ചോദിച്ചു വരുത്തി. അമ്മ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഞാൻ പറഞ്ഞു എങ്ങനെ പഠിക്കാം, കാട്ടെരുമയെ നീന്തൽ പഠിപ്പിക്കില്ലേ ആരും. കാട്ടെരുമ കാട്ടിൽ വെള്ളം കണ്ട് അത് നീന്തിക്കോളും. നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടണം ഇവിടെ പല അറിവും. നമ്മൾ മനസ്സൊന്ന് സ്വച്ഛമായി വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. കനകക്കതിർ വിളയും പാടവും മറന്നേ കടലേഴും കടന്ന കിളി പറന്നേ അകലെ കൂട്ടില കിളിയണഞ്ഞേ. നമ്മൾ പിന്നെ അമ്മയും പൊട്ട് വിറ്റൊക്കെ ചെയ്യും. പ്രസവം എടുത്തെടുത്ത് കൊടുക്കാൻ ആയപ്പം പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് പറ്റാം, ഇനി ഇവിടെ വന്നാൽ നോക്കാം. അങ്ങനെ ഇവിടെ 8 പിള്ളേർ പറഞ്ഞ വീടാ ഇത്. അമ്മയുള്ള കാലത്ത് പ്രസവ ആശുപത്രി. ഇപ്പോൾ എൻ്റെ കാലം കൊണ്ടപ്പോൾ വേറെ രോഗത്തിൻ്റെ ആയി വിഷ ചികിത്സാലയാക്കി. എന്നുവെച്ചാൽ വിഷം ഏറ്റ ചാവൂല എന്നാണ് ധാരണ. ചാവൂല, പേടിച്ചല്ലേ ചാവണ. ഞാൻ പറഞ്ഞു അപ്പോഴിങ്ങനെ തോക്കെടുത്ത് ചൂണ്ടുമ്പോൾ ചാവണെന്തിന്? പേടിച്ചാണോ ചാവണ? ഏത് ജീവിക്കും? അത് വിഷം സ്ഫടിക വർണ്ണമാണ്. പുറത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേരുമ്പോഴാണ് നീല നിറമാവണം. അങ്ങനെയൊക്കെ ക്ലാസ് എടുത്തിട്ടും എനിക്ക് അവാർഡ് തന്നു വിഷ ചികിത്സയ്ക്ക്. അവാർഡ് പത്രം, നാട്ടുവൈദ്യരത്നം എന്ന ബഹുമതി പത്രവും സർട്ടിഫിക്കറ്റ്, ധന്വന്തര മൂർത്തിയുടെ വെങ്കല ശില്പമാണ് അന്ന് കിട്ടിയത്. പത്മശ്രീ കിട്ടിയതിന് ശേഷം സ്വൈരക്കടന്നേ ഉള്ളൂ.
എന്നുവെച്ചാൽ എല്ലാവർക്കും ആർക്കോ കിട്ടാനുള്ള ഞാൻ അപകരിച്ചെടുത്താൻ പറ്റില്ല. ഓരോരുത്തരെ പെരുമാറ്റം എന്നോട് സംസാരവും നമ്മളെ കാണുമ്പോൾ ഒരു അവജ്ഞ എന്നുവെച്ചാൽ അസൂയ മൂത്ത് പകയായി. അന്നത്തെ ഊരുമൂപ്പനായിരുന്ന മല്ലങ്കണി വരെ വന്ന് ഇവിടെ ഇരുന്നിട്ട് എനിക്കും പറഞ്ഞതാണ് പത്മശ്രീ പോവാൻ പറ്റിയില്ല. ഏയിലയില കൊല്ലം കൊട്ടി തന്തുരകമ്മണി കമ്മണി പിടിച്ചവരെ കൈ വിട്ടുകൊള്ളല് ഇങ്ങനെയൊക്കെയാണ് മന്ത്രം പറയുമ്പോൾ അതടുക്കോട് പറയും ആൾക്കാർ. ഇതിപ്പം വെറുതെ കാഴ്ചയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് എടുക്കാം. ചാറ്റുപാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് എടുക്കാവില്ല, കൂളി കുത്തും. മന്ത്രം ആവാഹിച്ച് വയ്ക്കണതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ പാടും. ഓരോ വരിയുടെ ഓരോ രംഗത്തിൻ്റെ അവസരത്തിൽ ഒരു താളത്തിൽ ഇങ്ങനെ വ്യത്യാസം വരും. എനിക്ക് അത്യാവശ്യം മ്യൂസിയം പണിയാനാണ് അർജൻറ്റ് കാര്യം. പക്ഷേ അതോടൊപ്പം തന്നെ ആശുപത്രി വിപുലീകരിക്കണം. ഇപ്പം വീട്ടിലാണ് രോഗികളെ കിടത്താനും സൗകര്യമില്ല. പിന്നെ ഒരു പഠിക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടും ലൈബ്രറി ഉൾപ്പെടെ കെട്ടാനുണ്ട്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്, വൈദ്യം സംബന്ധിച്ചായ എല്ലാം ഉണ്ട്. പുസ്തകങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നത് തെറ്റാണെന്ന് പറഞ്ഞ കാലത്ത് 10 കിലോമീറ്റർ താണ്ടി സ്കൂളിൽ പോയി. സ്ത്രീകൾ വിഷവൈദ്യം ചെയ്താൽ കുലം തന്നെ അറ്റുപോകുമെന്ന് വിശ്വാസമുണ്ടായിരുന്നപ്പോൾ ദിവസവും ചികിത്സിച്ചത് നിരവധി പേരെ. അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ജീവിതകഥയിലെ ഫ്രെയിമുകൾ ഓടുന്നത് കാലത്തേക്കാൾ മുൻപിലാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. ഈ പാളയത്തെ സെന്റ് കത്തീഡ്രലിന് മുന്നിൽ നമ്മൾ നടന്ന് ഇപ്പോൾ ഫൈൻ ആർട്സ് കോളേജിന്റെ വരാന്തയിലാണ് അല്ലെ. ഫൈൻ ആർട്സ് കോളേജിന്റെ വരാന്തയിൽ ഒരുപാട് കലാകാരന്മാർക്ക്, ഒരുപാട് കലാസൃഷ്ടികൾക്ക് ജന്മം നൽകിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. അല്പം വൈകിയെങ്കിലും നമ്മൾ ഈ പെർമിഷനൊക്കെ എടുത്ത് ഇങ്ങോട്ട് കയറാൻ ഇപ്പോൾ താമസിച്ചു. പക്ഷേ ഇനിയും ഒരുപാട് മനോഹരമായ കാഴ്ചകൾ, ശില്പങ്ങളടക്കം ഇതിന്റെ മുൻവശത്ത് ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് എത്താം. അതിനുവേണ്ടി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അവിടെ ഈ അവഗണനകൾക്ക് നടുവിലാണ് ഇടുക്കി അഞ്ചുരുളി. നമുക്കറിയാം വളരെ മനോഹരമായ പ്രദേശമാണ്, വെള്ളച്ചാട്ടമൊക്കെയുള്ള പ്രധാന ഒരു ടൂറിസം കേന്ദ്രമാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ അഞ്ചുരുളി കാണാനായി ഇടുക്കിയിലേക്ക് എത്താറുണ്ട്. പക്ഷെ ഇവിടെ കോളനി നിവാസികൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ 5 കിലോമീറ്റർ ദുർഘടപാതയിലൂടെ യാത്ര ചെയ്യണം. സഞ്ചാരയോഗ്യമായ ഒരു റോഡ് എന്ന സ്വപ്നം വർഷങ്ങളായി അവരുടെ മനസ്സിലുള്ളതാണ്. പക്ഷെ അതുവരെ യാഥാർത്ഥ്യമായി. ഇടുക്കി അഞ്ചുരുളി ആദിവാസി കുടിയിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്നാൽ മറ്റുള്ളവരുടെ നെഞ്ചിൽ തീയാണ്. രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ 5 കിലോമീറ്റർ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് താണ്ടണം. ഗർഭിണികളോ അത്യാഹിതാവസ്ഥയിലുള്ള രോഗികളോ ആണെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യമെന്നേ പറയാനാകൂ. ഇവിടുന്ന് റേഷൻ അല്ലെ 1 കിലോ ഉപ്പ് വാങ്ങിക്കാൻ പോകണമെങ്കിൽ പോലും തന്നെ ഒരു അത്യാവശ്യം ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ 600 രൂപ ഞങ്ങൾ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആയി നിൽക്കുന്നത്. അതേപോലെ തന്നെ ഒരു ആസ്പത്രി കേസ് വന്നാൽ അത് ഏത് രാത്രിയാണെന്ന് വരികയും രാത്രിയൊക്കെ ആണെങ്കിൽ ഓട്ടോക്കാർ ചോദിക്കുന്നത് 10,000 രൂപ ഓട്ടോ കൂലി ഇവിടുന്ന് ചോദിക്കുന്നുണ്ട്. പ്രഖ്യാപനങ്ങൾ പലതും നടന്നെങ്കിലും ഇവരുടെ യാത്രാ ദുരിതത്തിന് യാതൊരു മാറ്റവുമില്ല. റോഡ് വികസനത്തിനായി 1/2 കോടി രൂപ ചെലവഴിച്ച് പദ്ധതി നടപ്പാക്കിയെങ്കിലും പണികൾ ഇപ്പോഴും പാതി വഴിയിലാണ്. ചിലയിടങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തതൊഴിച്ചാൽ ഭൂരിഭാഗവും തകർന്നു കിടക്കുകയാണ്. അത് കാലങ്ങളായിട്ട് വഴിയില്ലാതെ കിടന്ന് അങ്ങനെ ഞങ്ങൾക്കൊരു റോഡ് കിട്ടിയത് ഇപ്പോൾ മഴയായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള മാർഗമല്ല, അല്ലാത്ത രീതിയിലാണ്. പിന്നെ ഞങ്ങളുടെ കുരുന്നുകൾ ഇവിടുന്ന് സ്കൂളിൽ പോകുന്നുണ്ട്. അവർക്ക് പോലും നേരെ ചുവനെ ഞങ്ങൾക്ക് സ്കൂളിൽ വിടാൻ വേണ്ടി, മഴക്കാലത്ത് വിടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടും സങ്കടവും ഉണ്ട്. ഗർഭിണികളായവരെ പ്രസവ സമയത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് പതിവ്. 50 കുടുംബങ്ങളിലായി 160 പേരാണ് അഞ്ചുരുളി ആദിവാസി കുടിയിൽ താമസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ നൽകി കടന്നുപോകുന്ന രാഷ്ട്രീയക്കാരോ ജനപ്രതിനിധികളോ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. ഈ ഫൈൻ ആർട്സ് കോളേജിലെ കുട്ടികളുടെ ഒരുപാട് കലാസൃഷ്ടികൾ നമുക്ക് ഈ പരിസരം മുഴുവൻ കാണാം. ഇതിപ്പോൾ അവധി ദിവസമായതുകൊണ്ട് കുട്ടികളുമായി നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു നിരാശ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇത് ആര്യ ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഈ കുട്ടികൾ പലരെയും മോഡലാക്കിയാണ് ഇത്തരം കളിമൺ ശില്പങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ഈ ചെല്ലപ്പൻ എന്ന് പറയുന്നത് ഈ പുൽത്തകടിയിൽ കൂടി നടക്കുമ്പോൾ ഈ കലാകാരൻ ഈ ഫൈൻ ആർട്സ് കോളേജുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഏറെ പരിചിതനായ ഒരു മോഡലായിരുന്നു. പക്ഷേ 2010 ദൗർഭാഗ്യവശാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അത്രയും നാൾ ഈ 2010 ആത്മഹത്യ ചെയ്തവരെ 3 പതിറ്റാണ്ടോളം കോളേജ് വിദ്യാർത്ഥികൾക്ക് മാതൃകയായി പ്രവർത്തിച്ചിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു.
ഈ നെഞ്ചും മുണ്ടും ധരിച്ച ഈ പ്രതിമ, ശക്തമായ നെഞ്ചും മുണ്ടും ധരിച്ച ഈ പ്രതിമ ഇപ്പോഴും ഈ ഫൈൻ ആർട്സ് കോളേജിന്റെ ഈ കയറി വരുന്ന കവാടത്തിൽ തന്നെ ഒരു അടയാളമായി മാറിയിരിക്കുകയാണ്. അതെ, അങ്ങനെ ഒരുപാട് പ്രതിമകൾ ഈ ഫൈൻ ആർട്സ് കോളേജിന് ചുറ്റും പല ഭാഗത്തുണ്ട്. കമ്പികൾ കൊണ്ടുണ്ടാക്കിയതാണ്, ചിലത് സിമന്റ് കൊണ്ട്, ചിലത് മണ്ണുകൊണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വിവിധങ്ങളായ പ്രതിമകൾ, കലാസൃഷ്ടികളൊക്കെ ഈ കോളേജിന്റെ പല ഭാഗത്തുമുണ്ട്. അത്തരത്തിൽ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഈ ഫൈൻ ആർട്സ് കോളേജിൽ ഉണ്ട്. ഒരുപാട് പേരുടെ ചരിത്രം പേറുന്ന ഒരുപാട് സ്ഥലങ്ങൾ. നേരത്തെ പറഞ്ഞ ഒരുപാട് കലാകാരന്മാർ ഇത്തരത്തിൽ ശില്പികളെയൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന തിരുവനന്തപുരം നഗരത്തിൽ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു ക്യാമ്പസ് തന്നെയാണ് സ്വാഭാവികമായും ഫൈൻ ആർട്സ് കോളേജ്. തൊട്ടപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ തൊട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ഈ പാളയം ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഏറെ ഒരുപാട് സ്ഥാപനങ്ങളുള്ള, ഒരുപാട് ആക്റ്റീവായ സ്റ്റേഡിയം ഉണ്ട് തൊട്ടടുത്ത്. അപ്പുറത്താണ് നിയമസഭാ മന്ദിരം. അങ്ങനെ ഒരുപാട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയും ജമാഅത്ത് പള്ളിയും ഗണപതി ക്ഷേത്രം, അത് മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നമായി അവർ കുടികൊള്ളുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ കെട്ടിടം തൊട്ടപ്പുറത്താണ്. അങ്ങനെ ഏറെ ആക്റ്റീവായ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. നമുക്കിനി ഇപ്പോൾ വീണ്ടും വാർത്തകളിലേക്ക് പോകാം. ഇനി നമ്മൾ പോകുന്നത് മതസൗഹാർദ്ദത്തിന്റെ ആചരണത്തിന്റെ ഒരു കാഴ്ചയിലേക്കാണ്. മലപ്പുറത്ത് നിന്നാണ് ഈ കാഴ്ചയുള്ളത്. പതിവ് തെറ്റിക്കാതെ മലപ്പുറം വലിയങ്ങാടി വലിയ ജുമാ മസ്ജിദ് പള്ളിയിലേക്ക് അങ്ങാടിത്തലയ്ക്കൽ കുടുംബത്തിൽ നിന്നും അപ്പം എത്തിച്ചു. പെട്ടിവരവ് എന്ന് പേരിട്ട ഈ ചടങ്ങിന് പിന്നിൽ മതമൈത്രിയുടെ വലിയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം കണ്ടുവരാം. لا إله إلا الله اللهم توفنا مسلمين والحمد لله. മലപ്പുറം അങ്ങാടിത്തലയ്ക്കൽ വീട്ടിൽ ഈ പ്രാർത്ഥന എല്ലാ വർഷവും ഒരു ആചാരം പോലെയാണ്. പ്രാർത്ഥനകൾക്ക് ശേഷം അപ്പം നിറച്ച കുട്ടകളുമായി കുടുംബാംഗങ്ങൾ വലിയങ്ങാടി പള്ളിയിലേക്ക് യാത്ര തിരിക്കും. 3 നൂറ്റാണ്ടിലധികമായി ഈ പതിവ് തുടങ്ങിയിട്ട്. ഇതിനു പിന്നിലെ ചരിത്രം ഇങ്ങനെ. ദേശത്തെ തട്ടാനായിരുന്നു കുഞ്ഞേലു. ദേശം വാണിരുന്ന പാറനമ്പിക്കെതിരെ മുസ്ലിം സുഹൃത്തുക്കൾക്കൊപ്പം പോരാടിയ കുഞ്ഞേലു അവർക്കൊപ്പം വീരചരമം പ്രാപിച്ചു. കുഞ്ഞേലുടക്കം 44 പേരെ പള്ളിയോട് ചേർന്ന് തന്നെ ഖബറടക്കി. അന്നാൾ ദീനിൽ പുകിന്തോർ സുന്നാര ധീരവീരർ അരുമ പുതുപുലി കുഞ്ഞാലി എണ്ടവരും. അന്നാൾ ദീനിൽ പുകിന്തോർ, അന്ന് ഈ മതത്തിൽ വന്ന, ഇത് പള്ളിയിൽ കയറിയാണല്ലോ, വേറെ ആൾ അതേ വേഷവും ഒന്നുമില്ല, അതേമാതിരി കയറിയിരിക്കുകയല്ലേ. സുന്നാര ധീരവീരർ, സുന്നാരം എന്ന് പറഞ്ഞാൽ സ്വർണം, നല്ല സ്വർണ്ണപ്പണിക്കാരൻ തട്ടാൻ. പിന്നെ അദ്ദേഹം ഇതുപോലെ നായാട്ടിനും കാളപൂട്ടിൻ്റെ ഒക്കെ കമ്പക്കാരനാണ്. അങ്ങനെയാണ് അവർ തമ്മിലുള്ളത്. അതിൽ അദ്ദേഹം മരണപ്പെടുക, ഷഹീദാവുക. അങ്ങാടിത്തലയ്ക്കൽ തറവാട്ടുകാർ 3 നൂറ്റാണ്ടോളമായി പള്ളിയിലേക്ക് അപ്പം കൊണ്ടുപോയി സമർപ്പിക്കുന്ന ചടങ്ങ് തുടരുകയാണ്. മുടങ്ങിയത് അല്പകാലം മാത്രം. 3.5 നൂറ്റാണ്ട് മുമ്പ് പാറനമ്പിയുടെ പടയാളികളുമായി നമ്മുടെ ഈ വലിയങ്ങാടി പ്രദേശത്തുണ്ടായ ഒരു ഏറ്റുമുട്ടലിൽ 44 ആളുകൾ അന്ന് രക്തസാക്ഷികളായി. ആ രക്തസാക്ഷികളായ കൂട്ടത്തിൽ ഈ അങ്ങാടിത്തലയ്ക്കൽ തറവാട്ടിൽ ഒരു വ്യക്തി കുടുംബം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനും അതോടൊപ്പം മലപ്പുറത്തിൻ്റെ മതസൗഹാർദ്ദ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമായ ഈ മലപ്പുറം നേർച്ചയുടെ ഭാഗമായുള്ള പരിപാടിയാണ് ഇന്നിവിടെ നടത്തുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ വലിയ സന്ദേശം പകർന്നു നൽകുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്ന് ഈ പെട്ടിവരവ്. ഞങ്ങൾ തലമുറയുള്ളിടത്തോളം കാലം ഇതൊരു വലിയ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതല്ലാതെ ഞങ്ങളിത് പള്ളി കൊണ്ടുപോകുന്നത് പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാമെങ്കിലും പക്ഷേ ഇത് ഈ പ്രദേശത്തിൻ്റെ ഉന്നമനം, മതസൗഹാർദ്ദം ആയ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കൊണ്ടാടുന്നത്. സ്ഥിരമായി വരുന്നു. ഇത് ഒരു ചെറിയ രൂപത്തിലാണെങ്കിലും ഒരാഘോഷം പോലെ ഞങ്ങളെല്ലാവരും ഈ കുടുംബത്തോടും ഈ തട്ടയം കുഞ്ഞാലുവിനോടും പിന്നെ ഈ നാടിൻ്റെ മതസൗഹാർദ്ദ സംസ്കാരത്തോടും അതൊക്കെ ചേർന്നുള്ളൊരു പരിപാടിയായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പങ്ങൾ നിറച്ച കൊട്ടകൾ പള്ളിക്ക് അടുത്ത് വെച്ച് തന്നെ സ്വീകരിക്കും. തുടർന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഖബറിടത്തിനരികിൽ പ്രാർത്ഥനകൾ. തുടർന്ന് അപ്പം എല്ലാവർക്കും നൽകും. ഒരു കാലത്ത് മേഖലയിലെ മുസ്ലിം സമുദായത്തെ ഏറെ വിഷമിപ്പിച്ച പാറനമ്പിയുടെ പിൻതലമുറക്കാരാണ് പ്രായശ്ചിത്തം എന്ന വണ്ണം നിലവിലുള്ള വലിയ ജുമാ മസ്ജിദ് പള്ളി സ്ഥാപിച്ചത്. ചുരുക്കത്തിൽ മലപ്പുറത്തിന്റെ മതേതര മനസ്സിന്റെ പ്രതിഫലനങ്ങളാണ് വലിയ ജുമാ മസ്ജിദും കാലങ്ങളായി തുടരുന്ന പെട്ടിവരവ് ചടങ്ങും. ന്യൂസ് 18 മലപ്പുറം. ഇനി നമുക്ക് കാസർഗോഡ് തൈക്കടപ്പുറത്തെ മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് പോകണം. അവിടെ ഈ കടലോര മണ്ണിൽ സൂര്യകാന്തി വിളയിച്ചിരിക്കുകയാണ്. 1/2 ഏക്കറിൽ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പാടം കാണാൻ ഇപ്പോൾ നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത്.
2 മാസം മുൻപാണ് കർഷകനും പെയിന്റിംഗ് തൊഴിലാളിയുമായ ഇ ശശിധരൻ പരീക്ഷണാടിസ്ഥാനത്തിൽ സൂര്യകാന്തി കൃഷി ഇറക്കിയത്. വയനാട്ടിൽ നിന്നാണ് വിത്തുകൾ എത്തിച്ചത്. ട്രെയിൽ മുളപ്പിച്ച വിത്തുകൾ 22 ദിവസം പ്രായമെത്തിയപ്പോൾ പാടത്ത് നടുകയായിരുന്നു. ഇപ്പോൾ 3000-ഓളം സൂര്യകാന്തി ചെടികളിൽ പൂക്കൾ വിരിഞ്ഞതിന്റെ മനോഹാരിതയിലാണ് തൈക്കടപ്പുറം 30-ൽ കണ്ടം. കടലോരത്ത് നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ മനോഹര കാഴ്ച. കാലങ്ങളായി പച്ചക്കറി കൃഷി നടത്തി വരുന്ന പാടശേഖരത്തിലെ 30 സെന്റ് സ്ഥലത്താണ് ശശിധരന്റെ സൂര്യകാന്തി കൃഷി. 3 ആഴ്ച കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്തി വിത്തെടുത്ത് സൺഫ്ലവർ എണ്ണയുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകൻ. ഞാൻ സൂര്യകാന്തി കൃഷി വയനാട്ടിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നതാണ്. വയനാട്ടിൽ നിന്ന് വിത്ത് കൊണ്ടുവന്ന് ട്രെയിൽ മുളപ്പിച്ചു. ഒരു 3000-ലധികം തൈ ഉണ്ടാക്കി. അടിവളമായിട്ട് ചാണകവും ചെയ്തു. പിന്നെ വേപ്പ് പിണ്ണാക്കും, പിന്നെ കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി കൂടുതലിട്ടിന്. എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് വളർച്ച കിട്ടും. ചാണകവും വേപ്പിൻ പിണ്ണാക്കുമാണ് വളമായി ഉപയോഗിച്ചത്. തീരദേശത്ത് മറ്റെവിടെയും ഇല്ലാത്ത സൂര്യകാന്തി കൃഷി കാണുവാനും ചിത്രങ്ങൾ പകർത്താനുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. നേരത്തെ ചോളവും കടുകും മധുരക്കിഴങ്ങും കൃഷിയിറക്കി ശശിധരൻ ശ്രദ്ധ നേടിയിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ സൂര്യകാന്തി കൃഷി വിജയകരമായതോടെ അടുത്ത തവണ കൂടുതൽ വിപുലീകരിക്കാനാണ് ഈ കർഷകന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. വളരെ മനോഹരമായ ഒരു കാഴ്ച അല്ലേ? കടപ്പുറത്ത് സൂര്യകാന്തി പൂക്കൾ വിരിയിച്ച അധ്വാനിയായ ഒരു കർഷകന്റെ കാഴ്ച. നമുക്ക് അതിനുശേഷം ഇനിയും ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് പോകാം. അവിടെ സരുണേ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തയ്യാറായി നിൽക്കുകയാണ്. സരുൺ, വെരി ഗുഡ് മോർണിംഗ്. അന്തർദേശീയ തലത്തിൽ എന്തൊക്കെയാണ് പ്രധാന വാർത്തകൾ, ചർച്ചാ വിഷയങ്ങൾ? രഞ്ജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. തെക്കൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിലും പെറുവിലുമുണ്ടായ ഭൂകമ്പത്തിന്റെ വാർത്തയിലേക്കാണ് ആദ്യം. അവിടെ ഇക്വഡോറിലാണ് വൻ ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഇക്വഡോറിൽ ഉണ്ടായത്. എല്ലോറോ, അസ്വ പ്രവിശ്യകളിലാണ് ഭൂകമ്പം കനത്ത നാശം വിതച്ചത്. 15 പേർ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടെന്ന വിവരമാണ് പുറത്തു വരുന്നത്. മതിലിടിഞ്ഞ് കാറിലേക്ക് പതിച്ചും സുരക്ഷാ ക്യാമറ ടവർ തകർന്നുമാണ് ഇക്വഡോറിൽ 4 പേർ മരിച്ചത്. നിരവധി പേർ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ഇവരെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അയൽരാജ്യമായ പെറുവിലും ഭൂകമ്പമുണ്ടായി. ഒരു കുട്ടി പെറുവിൽ മരിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി കെട്ടിടങ്ങൾ ഈ ഭൂകമ്പത്തിൽ തകർന്നു. പെറുവിലും കാര്യമായ നാശനഷ്ടമുണ്ടായതായാണ് വിവരം. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഇനി അമേരിക്കയിലേക്കാണ്. അമേരിക്കയിൽ ട്രംപിന്റെ ഒരു പ്രതികരണമാണ് പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത്. ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ഈ ആഴ്ചയോ തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെ അനുയായികളോട് ഇക്കാര്യം പങ്കുവച്ചത്. എന്നാൽ ട്രംപിന്റെ ലീഗൽ ടീം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അറസ്റ്റുണ്ടായാൽ രാജ്യത്ത് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മുൻ പ്രസിഡന്റാകും ഡൊണാൾഡ് ട്രംപ്. തന്റെ അറസ്റ്റുണ്ടായാൽ പ്രതിഷേധിക്കാൻ ട്രംപ് അനുയായികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 2021 ജനുവരി 6 ക്യാപിറ്റോൾ കുന്നിലെ കലാപത്തോടാണ് ട്രംപിന്റെ ആഹ്വാനം ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളടക്കം താരതമ്യപ്പെടുത്തുന്നത്. അന്ന് വലിയ കലാപമാണ് ക്യാപിറ്റോൾ കുന്നിൽ ട്രംപ് അനുകൂലികൾ നടത്തിയത്. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു തനിക്കെതിരായ ആരോപണത്തിൽ നിന്നും പിന്മാറാൻ പോൺ സ്റ്റാർ സ്റ്റോമി ഡാനിയൽസിന് പണം നൽകിയെന്ന വെളിപ്പെടുത്തലിലാണ് ട്രംപിനെതിരെയുള്ള ഇപ്പോഴത്തെ നടപടി. അടുത്ത ദിവസം കേസിലെ അവസാനത്തേതും ഏറെ നിർണായകവുമായ സാക്ഷിയെ വിചാരണ ചെയ്യാനിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായാണ് ട്രംപിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിത്വം ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 25 ആദ്യ പ്രചരണ റാലി ടെക്സസിൽ തുടങ്ങാനിരിക്കുകയാണ്. ഇതിനിടെയാണ് ട്രംപ് തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനിടെ ഫേസ്ബുക്കിൽ ട്രംപ് തിരിച്ചെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ട് പുനഃസ്ഥാപിച്ച ശേഷം ഇതാദ്യമായാണ് ട്രംപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ തിരിച്ചെത്തിയെന്ന കുറിപ്പോടുകൂടിയാണ് ട്രംപിന്റെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി യുക്രൈൻ യുദ്ധം സംബന്ധിച്ചുള്ള വാർത്തയാണ്. യുക്രൈൻ യുദ്ധം 389-ാം ദിവസത്തിലാണ് ഇന്ന്. നാളെ യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനമാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നാളെ മോസ്കോയിലെത്തും. 2 ദിവസ സന്ദർശനത്തിനായാണ് ഷീ ജിൻപിങ് മോസ്കോയിലെത്തുക. വ്ളാഡിമിർ പുടിനുമായും ഷീ ജിൻപിങ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ യുദ്ധം ചൈനയുടെ മധ്യസ്ഥതയിൽ അവസാനിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നേരത്തെ
ബദ്ധവൈരികളായിരുന്ന സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള സംഘർഷം തർക്കം അവസാനിപ്പിക്കുന്നതിൽ ചൈനയുടെ ഇടപെടൽ നിർണായകമായിരുന്നു. ഇരു രാജ്യങ്ങളും എംബസികൾ പരസ്പരം തുറക്കാൻ തയ്യാറായതും ഈ ചൈനയുടെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ്. ഇത്തരത്തിലുള്ളൊരു നീക്കുപോക്ക് യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും ഏറെ നിർണായകമാണ്. ചൈനീസ് പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ യുക്രൈൻ്റെ പ്രതിരോധ മന്ത്രിയും തമ്മിൽ ഈ കഴിഞ്ഞ ദിവസം ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്തതെന്നാണ് വിവരം. ഈ നാളെ വ്ളാഡിമിർ പുടിനുമായി നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷീ ജിൻപിങ് ചൈനയിൽ തിരിച്ചെത്തിയ ശേഷം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായി ഷീ ജിൻപിങ് ഫോണിൽ സംസാരിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏറെ നിർണായകമാണ് ഷീ ജിൻപിങ്ങിന്റെ ഈ ചർച്ചയെന്ന് പറയേണ്ടി വരും. ഇനി പാകിസ്ഥാനിലേക്കാണ്. പാകിസ്ഥാനിൽ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാന്റെ വസതിയായ സമൻ പാർക്കിലെ വസതിയിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. 10,000-ലധികമുള്ള പോലീസാണ് അവിടെ ഈ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറുകയും റെയ്ഡ് നടത്തുകയും മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും അടക്കം കണ്ടെടുക്കുകയും ചെയ്തത്. ഇസ്ലാമാബാദിലെ കോടതിയിലേക്ക് ഇമ്രാൻഖാൻ പോയതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ വലിയ റെയ്ഡ് സംഭവിച്ചത്. ഈ റെയ്ഡിനും രാഷ്ട്രീയ നാടകങ്ങൾക്കും പിന്നിൽ നവാസ് ഷെരീഫിന്റെ മകൾ മറിയം ഷെരീഫാണെന്നാണ് ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫിന്റെ ആരോപണം. ഒരു കൗൺസിൽ പോലുമാകാത്ത മറിയം ഷെരീഫാണ് പാകിസ്ഥാനിലെ ഭരണം നിയന്ത്രിക്കുന്നതെന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ തോഷഖാന കേസിലാണ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ കേസിൽ ഇമ്രാൻഖാൻ ഹാജരായിരുന്നില്ല. ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ പലവട്ടം ഇസ്ലാമാബാദ് പോലീസ് ഈ ലാഹോറിലെത്തുകയും ഇമ്രാൻഖാന്റെ വീട് വളയുകയും ചെയ്തിരുന്നു. പക്ഷേ നൂറുകണക്കിന് ഇമ്രാൻ അനുകൂലികൾ അവിടെ തടിച്ചുകൂടുകയും ഈ അറസ്റ്റ് നീക്കം തടയുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ സംഘർഷങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പാകിസ്ഥാൻ ലാഹോർ വേദിയായത്. അടുത്ത ദിവസം തന്നെ ഇമ്രാൻഖാനുമായി ബന്ധപ്പെട്ട വളരെ വലിയ നിർണായകമായ നീക്കം പാകിസ്ഥാനിൽ ഉണ്ടായേക്കാമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. തിരിച്ച് രഞ്ജിത്തിലേക്കും ആര്യയിലേക്കും. ഏതായാലും സരുണെ ജോസാണ് ഇന്റർനാഷണൽ വാർത്തകളുടെ നിരവധിയായ വാർത്തകൾ അന്തർദേശത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ പോലും പലവിധ കാര്യങ്ങളാൽ അസ്വസ്ഥമാണ്. ഇമ്രാൻഖാന്റെ അറസ്റ്റ്, ഇമ്രാൻഖാന്റെ വീട്ടിലേക്ക് പോലീസൊക്കെ ഇരച്ചു കയറുന്നു. അങ്ങനെയുള്ള വാർത്തകൾ സരുൺ പങ്കുവച്ചു. നമുക്കിനിയും വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരികെ എത്താം. യെസ്, വെൽക്കം ബാക്ക്. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പാളയത്തെ കാഴ്ചകളിലൂടെയാണ് ഇന്ന് നമ്മൾ വാർത്തകൾ പരിശോധിക്കുന്നത്. ഫൈൻ ആർട്സ് കോളേജിന്റെ ക്യാമ്പസിൽ തന്നെയാണ് അതെ നമ്മൾ ഉള്ളത്. അവിടുത്തെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ദേശീയ വാർത്തകൾ പരിശോധിക്കാം അല്ലേ? ദേശീയ വാർത്തകളിൽ രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ദേശീയ തലത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? രഞ്ജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. ദേശീയ തലത്തിൽ പഞ്ചാബിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. കാരണം അവിടെ ഖലിസ്ഥാൻ അനുകൂലി അമൃത്പാൽ സിംഗിനായി പിടികൂടാനായി പോലീസ് നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കർണാടകത്തിൽ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. ഇത് സംബന്ധിച്ച വാർത്തകൾ വിശദമായി നോക്കാം. ഖലിസ്ഥാൻ അനുകൂലിയും വിവാദ പ്രഭാഷകനുമായ അമൃത്പാൽ സിംഗിനായുള്ള നീക്കം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പഞ്ചാബ് പോലീസ് ആരംഭിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ജലന്ധറിൽ നിന്ന് മോഗയിലേക്കുള്ള യാത്രക്കിടെയാണ് അമൃത്പാൽ സിംഗിന്റെ വാഹനവ്യൂഹം പോലീസ് തടഞ്ഞത്. എന്നാൽ ഇന്നലെ വാഹനവ്യൂഹം തടഞ്ഞതിന് പിന്നാലെ അമൃത്പാൽ സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളും ഉണ്ടായി. പക്ഷേ പഞ്ചാബ് പോലീസ് വ്യക്തമാക്കിയത് ഈ ബഹളത്തിനിടയിൽ അമൃത്പാൽ സിംഗ് രക്ഷപ്പെട്ടു. ഒപ്പം മറ്റു പലരെയും അറസ്റ്റ് ചെയ്തു. അമൃത്പാൽ സിംഗിന്റെ അടുത്ത അനുയായികൾ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് 78 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അമൃത്പാൽ സിംഗിനായി ഏതായാലും തെരച്ചിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായി ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ പലയിടത്തും പോലീസിന്റെ ഭാഗത്തുനിന്ന് റെയ്ഡ് നടന്നു. ഈ റെയ്ഡിൽ തോക്കുകളും വാളുകളും അടക്കം പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വാരിസ്തെ പഞ്ചാബ് എന്ന് പറയുന്ന സംഘടനയുടെ തലവനാണ് അമൃത്പാൽ സിംഗ്. കാരണം ആക്ടിവിസ്റ്റും ഒപ്പം തന്നെ നടനുമൊക്കെയായി ദീപ് സിദ്ധു ആണ് ഈ സംഘടന സ്ഥാപിച്ചത്. അതിന്റെ ദീപ് സിദ്ധുവിന്റെ വാഹനാപകടത്തിൽ മരിച്ചതിന് ശേഷമാണ് അമൃത്പാൽ സിംഗ് ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നത്. ഖലിസ്ഥാൻ ഭീകരനായ ജർണൈൽ സിംഗ് ഭിന്ദ്രംവാലയുടെ ജന്മഗ്രാമത്തിൽ വെച്ചായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ്. അന്ന് നൂറുകണക്കിന് പഞ്ചാബി യുവാക്കൾ
ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വലിയ വിവാദത്തിലായ സംഭവം ഉണ്ടായത് കഴിഞ്ഞ 23-ാം തീയതിയാണ്. അതായത് ഫെബ്രുവരി 23-ാം തീയതി പഞ്ചാബിലെ അജ്നാല പോലീസ് സ്റ്റേഷനിലേക്ക് അമൃത്പാൽ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ഇരച്ചു കയറുകയും തോക്കും വാളുകളും ഒക്കെയായി ഇരച്ചു കയറുകയും അവിടെ നിന്ന് ഒരു പ്രതിയെ ഇറക്കിക്കൊണ്ടുവരികയും ചെയ്തു. പോലീസുമായി ഏറ്റുമുട്ടലുമുണ്ടായി. ഈ സംഭവത്തോടു കൂടിയാണ് അമൃത്പാൽ സിംഗ് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുന്നത്. മാത്രവുമല്ല, അമൃത്പാൽ സിംഗിനെ കഴിഞ്ഞ 6 മാസമായി രഹസ്യാന്വേഷണ ഏജൻസികൾ അടക്കമുള്ള നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഏതായാലും ഇത്തരമൊരു നീക്കം പഞ്ചാബ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും പഞ്ചാബ് പോലീസ് അമൃത്പാൽ സിംഗിനായിട്ടുള്ള തെരച്ചിൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് പലയിടത്തും ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചവരെ പഞ്ചാബിന്റെ പല ഭാഗങ്ങളിലും ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നെന്നാണ് പഞ്ചാബ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ അമൃത്പാൽ സിംഗിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അമൃത്പാൽ സിംഗിനായിട്ടുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണെന്നാണ് പഞ്ചാബ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർണാടകയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് അവിടെ കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേർന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലായിരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. ആ യോഗത്തിൽ 224 മണ്ഡലങ്ങളിൽ 130 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിരുന്നു. തീരുമാനമായിരുന്നു. പ്രഖ്യാപനം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. പക്ഷേ ആ 130 പേരിൽ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം സിദ്ധരാമയ്യ കോളാർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അതിനോട് യോജിക്കുന്നില്ല. ഈ യോഗത്തിൽ യോജിപ്പില്ലെന്ന നിലപാട് സ്വീകരിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് സ്വാഭാവികമായും കോളാർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കോളാറിൽ ശക്തമായ മത്സരം അവിടെ നേരിടേണ്ടി വരും സിദ്ധരാമയ്യ. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യയ്ക്ക് മണ്ഡലത്തിൽ കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരും. മറ്റിടങ്ങളിലേക്ക് പ്രചാരണത്തിൽ പോകാൻ കഴിയാത്ത സാഹചര്യം വരും. അത് ഒഴിവാക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. സിദ്ധരാമയ്യ വ്യക്തമാക്കിയിട്ടുള്ള നേതൃത്വം പറയുന്ന ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ മുൻപ് മുഖ്യമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ 2013 അദ്ദേഹം വിജയിച്ചിട്ടുള്ള വരണ മണ്ഡലത്തിൽ മത്സരിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വീണ്ടും രഞ്ജിത്തിലേക്കും ആര്യയിലേക്കും. ആർ രാഗേഷാണ് ദേശീയ തലത്തിൽ സംഭവിക്കുന്ന പ്രധാന വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അരി, നമുക്കിനിയും പാലക്കാട്ടേക്ക് ഒന്ന് പോകണം. അവിടെ പാലക്കാട് മലമ്പുഴയിൽ പാലക്കാട്ടിൽ ഈ ആനകളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്ത പുതിയതൊന്നുമല്ല. എല്ലാ ദിവസവും നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വാർത്തകൾ പാലക്കാട് ഈ ഇടുക്കി മേഖലകളിൽ നിന്ന് കിട്ടും. ഈ പാലക്കാട്ട് സ്കൂട്ടർ തകർത്ത് കാട്ടാനക്കൂട്ടം. മലമ്പുഴ കരടിയോട് വെച്ചാണ് സുന്ദരൻ എന്ന ആൾക്ക് നേരെ ആനക്കൂട്ടം പാഞ്ഞെടുത്തത്. സുന്ദരൻ ഓടി രക്ഷപ്പെട്ടു. മലമ്പുഴ ഡാമിലേക്ക് മത്സ്യബന്ധനത്തിനായി വരുമ്പോഴാണ് ആനക്കൂട്ടം ഇരുചക്ര വാഹനം തകർത്തത്. മലപ്പുറം വട്ടപ്പാറയിൽ വീണ്ടും അപകടമുണ്ടായി എന്നുള്ളതാണ് വാർത്ത. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അവിടെ ലോറി മറിഞ്ഞ് 3 മരണം സംഭവിച്ചത്. അവിടെ വട്ടപ്പാറ പ്രധാന വളവിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറിഞ്ഞു. പക്ഷേ അപകടത്തിൽ ഡ്രൈവർ ശിവപാലൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്ന ആശ്വാസകരമായ വാർത്തയുമുണ്ട്. ഇന്നലെ രാത്രി 8:20 ഈ അപകടം സംഭവിച്ചത്. തിരൂരിൽ നിന്ന് തമിഴ്നാട്ടിലെ കാങ്കയത്തേക്ക് നാളികേരവുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് ലോറി മറിഞ്ഞ് 3 പേർ മരണപ്പെട്ടിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 8 അപകടങ്ങൾ ഈ പ്രദേശത്തുണ്ടായി. ഈ വട്ടപ്പാറ വളരെ ഒരു അപകടകരമായ ഒരു വളവാണ് ആ പ്രദേശം. അവിടെ വാഹനയാത്രക്കാരൊക്കെ പല സമയത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അധികൃതർ നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു. പാലക്കാട്ട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പ്രവർത്തിക്കുന്ന അവിടെ പഞ്ചായത്തിലെ ഒരു പ്ലാസ്റ്റിക് കമ്പനി തുടങ്ങുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ജനവാസ മേഖലയിൽ കമ്പനി തുടങ്ങുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് ഈ വാദം. എതിർപ്പിന് പിന്നിൽ ചിലരുടെ വ്യക്തിവൈരാഗ്യമാണ് എന്ന് കമ്പനി ഉടമ ആരോപിച്ചു. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിലെ തച്ചൻകോട് മേഖലയിൽ തുടങ്ങാനിരിക്കുന്ന പ്ലാസ്റ്റിക് കമ്പനിക്കെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. കമ്പനി ജനവാസ മേഖലയിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കമ്പനി വന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എന്നാൽ കമ്പനി ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ലെന്നും എതിർപ്പിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്നുമാണ് കമ്പനിയുമായി ബന്ധപ്പെട്ടവരുടെ പ്രതികരണം. ന്യൂസ് 18 പാലക്കാട്.
നമുക്ക് ഈ സുമോ ഗുസ്തിക്കാരെ അറിയാം, പക്ഷെ ഈ മേഖലയിൽ സ്ത്രീകൾ എത്രത്തോളം പങ്കാളികളാണ് എന്നതിനെ കുറിച്ച് അത്ര പരിചിതമല്ല അല്ലേ? അതെ, ഈ മുൻവിധി തകർത്തെറിയുകയാണ് ബ്രസീലിലെ സുമോ ഗുസ്തിക്കാരായ സ്ത്രീകൾ. രാജ്യത്തെ 600 സുമോ ഗുസ്തിക്കാരിൽ പകുതിയോളം പേർ സ്ത്രീകളാണ്. $250 കിലോയിലേറെ ഭാരമുള്ള അസാധാരണ വലിപ്പമുള്ള പുരുഷന്മാരെയാണ് സുമോ ഗുസ്തിക്കാരെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക. അതങ്ങ് ജപ്പാനിലെ കാഴ്ച. ബ്രസീലിലേക്ക് എത്തുമ്പോൾ സുമോ ഗുസ്തി റിംഗിൽ എതിരാളികളെ ഇടിച്ചു വീഴ്ത്തുന്ന ഉശിരുള്ള സ്ത്രീകളെ കാണാം. മുൻവിധികൾ തകർത്തെറിയുകയാണ് സാവോപോളോയിൽ നിന്നുള്ള സുമോ ഗുസ്തി താരം വലേറിയ ഡാളോലിയോയും സുഹൃത്തുക്കളും. ജപ്പാനിലെ പുരുഷന്മാരുടെ കുത്തകയായ സുമോ ഗുസ്തിയിൽ മികവ് തെളിയിക്കുകയാണ് ബ്രസീലിലെ ഈ വനിതാ കായിക താരങ്ങൾ. ഇവിടുത്തെ 600 സുമോ ഗുസ്തിക്കാരിൽ പകുതിയോളം സ്ത്രീകളാണ്. ഷിൻഡോ മതവുമായി ബന്ധപ്പെട്ട കായിക വിനോദമാണ് സുമോ ഗുസ്തി. അവരുടെ വിശ്വാസികൾ സ്ത്രീകളെ ഈ കായിക വിനോദത്തിന് ഭാഗ്യമില്ലാത്തവരായാണ് കാണുന്നത്. മുൻകാലങ്ങളിൽ സ്ത്രീകൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും സുമോ ഗുസ്തിക്കാരെ തൊടുന്നതിനു പോലും വിലക്കുണ്ടായിരുന്നു. 2001 മുതൽ അന്താരാഷ്ട്ര അമച്വർ വനിതാ സുമോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. ഒളിമ്പിക് സ്പോർട്സ് ഇനമായി സുമോ ഗുസ്തി മാറുന്ന കാലം സ്വപ്നം കാണുകയാണ് ഈ കായിക താരങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഏതായാലും പ്രഭാത കേരളത്തിന്റെ വളരെ മനോഹരമായ, മനസ്സിലേറെ സംതൃപ്തി നൽകിയ ഒരു എപ്പിസോഡ് അത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മൾ രാവിലെ പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ചിൽ നിന്നാണ് ഈ ഒരു പ്രഭാത കേരളം ആരംഭിച്ചത്. അവിടെ 150-ാം വാർഷികം ആഘോഷ നിറവിലാണ് കത്തീഡ്രൽ ഉള്ളത്. അതിന്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു, അതിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു. അതോടൊപ്പം പാളയത്തിന്റെ വീഥികളിലൂടെ നമ്മൾ നടന്നു. ഇപ്പോൾ ഫൈൻ ആർട്സ് കോളേജിന്റെ ക്യാമ്പസിനുള്ളിൽ കയറി. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കുട്ടികളുടെ ഒരു സാന്നിധ്യമില്ല. ഈ കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന കുറച്ചൊരു കാര്യങ്ങൾ കളർഫുൾ ആയേനെ. പക്ഷേ ഇന്നിപ്പോ ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്, കുട്ടികളെ പ്രതീക്ഷിക്കാനും പറ്റില്ല. ഏതായാലും ഈ പാളയത്തിന്റെ ചരിത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിരുന്നു. ഇപ്പോൾ അല്പം മുമ്പാണ് ഈ പിണറായി വിജയനും എം വി ഗോവിന്ദൻ മാസ്റ്ററും അവിടെ EMS അവിടെ എത്തി പുഷ്പാർച്ചന നടത്തിയത്. അവരൊക്കെ ഈ നിയമസഭാ മന്ദിരത്തിന് മുമ്പിലെത്തുകയും പുഷ്പാർച്ചന നടത്തുകയൊക്കെ ചെയ്തു. അവിടെ വലിയ ആൾക്കൂട്ടവും ജനക്കൂട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ അല്പസമയത്തിന് നമുക്ക് ലഭ്യമാകും. അങ്ങനെ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും വാർത്തകളും പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് ഈ പ്രഭാത കേരളം അവസാനിപ്പിക്കാനുള്ള സമയമായി. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾ നമുക്ക് ന്യൂസ് ഡെസ്കിൽ നിന്ന് കാണാം. എന്തായാലും പ്രഭാത കേരളം അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.